The next question, name the algae used in goiter medicine. Goiter medicine ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ആൽഗെ ഏതാണെന്നുള്ളതാണ്. ഫസ്റ്റ് ഓപ്ഷൻ ലാമിനേരിയ, ദെൻ സ്പൈറോഗൈറ, ദെൻ ഗ്ലിയോപെൽറ്റിസ് ആൻഡ് റോഡോമേല. ഇത്രയാണ് നമുക്ക് ഓപ്ഷനായിട്ട് തന്നിട്ടുള്ളത്. ഇതിനകത്തുനിന്ന് ആൻസറായിട്ട് വരുന്നത് ഈസ് ലാമിനേരിയ മെമ്പേഴ്സ് ആണ്. ആൻസർ വരുന്നത് ഈസ് എ. അതെ, ലാമിനേരിയ തന്നെയാണ്. ബിക്കോസ് ഓഫ് ദി പ്രസൻസ് ഓഫ് ഹൈ അയഡിൻ കണ്ടൻറ്റ്. അതായത് ഈ പറയുന്ന ലാമിനേരിയക്കകത്ത് ഹൈ ആയിട്ട് അയഡിൻ കണ്ടൻറ്റ് ഉണ്ട്. ഓക്കെ, അയഡിൻ. അതുകൊണ്ട് തന്നെ നമ്മൾ ഗോയിറ്റർ മെഡിസിൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ലാമിനേരിയ യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് ഈസ് സോഴ്സ് ഓഫ് ആൽജിൻ. ആൽജിൻ്റെ സോഴ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ്. ആൽജിൻ ജിഗാട്ടിന, എക്ലോണിയ, സാക്രൈസ, ദെൻ അസറ്റാബുലറി. ഇത്രയാണ് നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷൻ. ഇതിനകത്തു നിന്നുള്ള റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് എക്ലോണിയ ആണ്. ഓൾറെഡി നമ്മൾ 2-3 ക്വസ്റ്റ്യൻ മുമ്പുള്ള ക്വസ്റ്റ്യനകത്ത് ഡിസ്ക്രൈബ് ചെയ്തതാണ് ഏതൊക്കെ സോഴ്സിനകത്തു നിന്നാണ് ആൽജിൻ എക്സ്ട്രാക്ട് ചെയ്യുന്നതെന്ന്. അപ്പോൾ എക്ലോണിയ ആണ് ഇവിടെ നമുക്ക് തന്നിരിക്കുന്നതിനകത്തുള്ള റൈറ്റ് ഓപ്ഷൻ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഈസ് ഡയറ്റമേഷ്യസ് എർത്ത് ഈസ് യൂസ്ഡ് ഇൻ. ഡയറ്റമേഷ്യസ് എർത്ത് യൂസ് ചെയ്യുന്നത് എന്തിനാണ്? കൾച്ചർ മീഡിയ, ബോയിലേഴ്സ്, സോഴ്സ് ഓഫ് വൈറ്റമിൻ ഇ, ഇൻസുലേറ്റർ ഓഫ് ഓവൻ ഒക്കെയാണ് ഇവിടെ നമുക്ക് ഓപ്ഷൻ തന്നിരിക്കുന്നത്. ഇതിനകത്തുനിന്ന് ഡയറ്റമേഷ്യസ് എർത്ത് യൂസ് ചെയ്യുന്നത് ഏതിനാണ്? കൾച്ചർ മീഡിയ. കൾച്ചർ മീഡിയ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഏതാണ്? അഗറാണ്. ഓക്കെ, ദെൻ ബോയിലേഴ്സ്. നോക്കൂ, ഡയറ്റമേഷ്യസ് എർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയാറ്റംസ് സെഡിമെൻറ്റ് ചെയ്തിട്ട്, അതായത് കുറേ മില്യൺസ് ഓഫ് ഇയേഴ്സ് ഒക്കെ സെഡിമെൻറ്റ് ചെയ്തിട്ട് ഉണ്ടായി വന്നിരിക്കുന്ന ഒരു പോറസ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറിനെയാണ് നമ്മൾ ഡയറ്റമേഷ്യസ് എർത്ത് പറയുന്നത്. ഓക്കെ, ഈ ഡയറ്റമേഷ്യസ് എർത്ത് എന്തൊക്കെയായിട്ട് യൂസ് ചെയ്യുന്നുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ റെഫ്രിജറേറ്റർ ഒക്കെ ഉണ്ടല്ലോ, റെഫ്രിജറേറ്ററിനകത്ത് ഇൻസുലേറ്ററായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഫിൽട്രേഷൻ പ്രോസസ്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. കാരണം ഇതൊരു പോറസ് ആയിട്ടുള്ള കൺസ്ട്രക്ഷനാണ് ഈ ഡയറ്റമേഷ്യസ് എർത്ത് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഫിൽട്രേഷൻ പ്രോസസ്സിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ബോയിലേഴ്സായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ടൂത്ത് പേസ്റ്റിനകത്ത് സൗണ്ട് പ്രൂഫ് റൂം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രീസിനകത്തൊക്കെ ബേസ്, അതായത് ഓട്ടോമൊബൈൽസിൻ്റെയൊക്കെ ബേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ എന്തിനെ യൂസ് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന ഡയറ്റമേഷ്യസ് എർത്ത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കതിനകത്ത് ഇൻസുലേറ്റർ ഓഫ് അവനാണ് കൊടുത്തിരിക്കുന്നത്. അവനല്ല, ഇതിന് പകരം റെഫ്രിജറേറ്റർ എന്നായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? റെഫ്രിജറേറ്റർ ആയിരുന്നെങ്കിൽ ഈ ഓപ്ഷൻ റൈറ്റ് ആയിരുന്നേനെ. പക്ഷെ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻ ഇവിടെ ഏതാണ്? അവനാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അവനല്ല നമ്മുടെ ആൻസർ വരുന്നത്. റെഫ്രിജറേറ്റർ ആയിരുന്നെങ്കിൽ അതൊരു റൈറ്റ് ഓപ്ഷൻ ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ ബോയിലേഴ്സ് ആണ് എന്ത് ഡയറ്റമേഷ്യസ് എർത്തിൻ്റെ യൂസസ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻ്റെ അകത്തുള്ള യൂസ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാക്രോസിസ്റ്റസ് ഈസ് റിച്ച് ഇൻ. മാക്രോസിസ്റ്റസ് ഏതിനകത്തൊക്കെയാണ് റിച്ച് ആയിട്ടുള്ളത് എന്നുള്ളതാണ്. വൈറ്റമിൻ എ ആൻഡ് ഇ, വൈറ്റമിൻ ബി കോംപ്ലെക്സ്, വൈറ്റമിൻ കെ ആൻഡ് വൈറ്റമിൻ സി ആൻഡ് ഇ. ഓക്കെ, മാക്രോസിസ്റ്റസ് റിച്ച് ആയിട്ടിരിക്കുന്നത് വൈറ്റമിൻ എയും അതുപോലെ തന്നെ വൈറ്റമിൻ ഇയും ആണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അൾവ ആൻഡ് എൻട്രോമോർഫ കണ്ടെയ്ൻസ്. അൾവയിലും എൻട്രോമോർഫയിലും ഉള്ളത് എന്തൊക്കെയാണെന്നുള്ളതാണ്. വൈറ്റമിൻ സി ആൻഡ് ഇ, വൈറ്റമിൻ ബി ആൻഡ് സി, വൈറ്റമിൻ ബി കോംപ്ലെക്സ് ആൻഡ് വൈറ്റമിൻ എ ആൻഡ് ഇ. ഈ 4 എണ്ണത്തിനകത്ത് ഏതാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അൾവയും എൻട്രോമോർഫയും റിച്ച് ആയിട്ടിരിക്കുന്നത് വൈറ്റമിൻ സി ആൻഡ് വൈറ്റമിൻ ഇ ആണ്. വൈറ്റമിൻ ബി ആൻഡ് വൈറ്റമിൻ സി ആണ്. അൾവയും എൻട്രോമോർഫയും റിച്ച് ആയിട്ടിരിക്കുന്നത് വൈറ്റമിൻസ് വൈറ്റമിൻ ബിയും സിയുമാണ് റൈറ്റ് ഓപ്ഷൻ വരുന്നത്. ദെൻ നെക്സ്റ്റ് ഈസ് ചൂസ് ദി ആൽഗി വിച്ച് ഇസ് എ ലിത്തോഫൈറ്റ്. ലിത്തോഫൈറ്റിക് ആൽഗി. ലിത്തോഫൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോയ്സ്റ്റ് ആയിട്ടിരിക്കുന്ന റോക്സിനകത്തൊക്കെ, അതായത് റോക്സും സ്റ്റോൺസിനകത്തൊക്കെ പറ്റിപ്പിടിച്ച് വളരുന്ന കൈൻഡ് ഓഫ് ആൽഗി. അതായത് ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ആൽഗിക്കകത്ത് നമ്മൾ ആൽഗയുടെ താലസ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ അവരുടെ ഹാബിറ്റാറ്റ് ഒക്കെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് നമ്മൾ കുറേ കൈൻഡ് ഓഫ് ആൽഗെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഒരെണ്ണമാണ് ലിത്തോഫൈറ്റിക് ആൽഗെ. അപ്പോൾ ലിത്തോഫൈറ്റിക് ആൽഗയുടെ എക്സാമ്പിൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഏതൊക്കെയാണ് ലിത്തോഫൈറ്റിക് ആൽഗീസിന് എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബട്രാക്കോസ്പെർമവും എൻഡറോമോർഫയും ആണ് ലിത്തോഫൈറ്റിക് ആൽഗി. ഓക്കെ, ബട്രാക്കോസ്പെർമവും എൻഡറോമോർഫയും. ഓക്കെ, എൻഡറോമോർഫയും ആണ് ഈ പറയുന്ന ലിത്തോഫൈറ്റിക് ആൽഗയ്ക്ക് എക്സാമ്പിളായിട്ട് വരും. നമ്മുടെ ഓപ്ഷനകത്ത് ആരുണ്ട്? ബട്രാക്കോസ്പെർമും ഉണ്ട്. അപ്പം
ബട്രാക്കോസ്പെർമമാണ് എന്തിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്? ലിത്തോഫൈറ്റിക് ആൽഗിയുടെ എക്സാമ്പിൾ. അതല്ലാതെ ഈ ബട്രാക്കോസ്പെർമം അല്ലാതെയുള്ള മറ്റൊരു ഓപ്ഷൻ ഏതാണ്? എൻഡറോമോർഫയാണ്. ദെൻ നെക്സ്റ്റ് ഈസ് ദി ക്രയോഫൈറ്റിക് ആൽഗി കോസിങ് ബ്ലാക്ക് സ്നോ. ബ്ലാക്ക് സ്നോ ഉണ്ടാക്കുന്ന ക്രയോഫൈറ്റിക് ആൽഗി ഏതാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ക്രയോഫൈറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രീം ടെമ്പറേച്ചർ ആയിട്ടുള്ള അല്ലെങ്കിൽ സ്നോയി ആയിട്ടുള്ള കണ്ടീഷനിൽ അല്ലെങ്കിൽ ഒരു നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്രീസർ ലൈക്ക് ആയിട്ടുള്ള ഒരു ടെമ്പറേച്ചർ നിൽക്കുന്ന സ്ഥലങ്ങളിൽ കാണപ്പെടുന്ന ആൽഗീസ് അവർ ബ്ലൂം ഉണ്ടാക്കുന്നതിന് പകരം അവരിങ്ങനെ നിൽക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവിടെ ചെറിയ പിഗ്മെൻറ്റ്സ് ആയിട്ട് കാണാൻ പറ്റും. അതായത് കുറച്ച് കളറായിട്ട് സ്നോ കാണാൻ വേണ്ടി പറ്റും. അങ്ങനെയുള്ള ബ്ലാക്ക് സ്നോ ക്രിയേറ്റ് ചെയ്യുന്ന ആൽഗെ ഏതാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ വരുന്നത് യൂളോത്രിക്സ്, ദെൻ ആൻസിക്ലോണിമ, ദെൻ റാഫിഡോണിമ, ക്ലാമിഡോമോണാസ്. ഇത്രയാണ് നമുക്ക് ഓപ്ഷൻ തന്നിരിക്കുന്നത്. ദെൻ ഈ പറയുന്ന ഇതുകൂടാതെ റെഡ് സ്നോ ഉണ്ട്, അതുപോലെ തന്നെ പർപ്പിൾ ബ്രൗൺ സ്നോ ഒക്കെ ഉണ്ട്. ഓക്കെ, നമുക്കിവിടെ ചോദിച്ചിരിക്കുന്നത് ബ്ലാക്ക് സ്നോ കോസ് ചെയ്യുന്ന ആരാണെന്നുള്ളതാണ്. ബ്ലാക്ക് സ്നോ കോസ് ചെയ്യുന്നത് റാഫിഡോണിമയാണ്. ഓക്കെ, റാഫിഡോണിമയാണ്. ഇതുകൂടാതെ നമുക്ക് റെഡ് സ്നോ ഉണ്ട്, അതുപോലെ തന്നെ പർപ്പിളും ഉണ്ട്. ഓക്കെ, പർപ്പിൾ ബ്രൗൺ രണ്ട് കളറും മിക്സ് ചെയ്ത് വരുന്ന പോലത്തെ സ്നോയും കാണിക്കുന്നുണ്ട്. റെഡ് സ്നോ കാണിക്കുന്നതാണെങ്കിൽ ക്ലാമിഡോമോണാസ് നിവാലിസ്, സ്കോട്ടിയല്ല, അതുപോലെ തന്നെ യൂളോത്രിക്സിൻ്റെ ഒരു സ്പീഷീസ്, യൂളോത്രിക്സ ഫ്ലോറിഡ എന്ന് പറഞ്ഞിട്ടൊരു സ്പീഷീസ് ഒക്കെയാണ് റെഡ് സ്നോ കാണിക്കുന്നത്. ഇനി പർപ്പിൾ ബ്രൗൺ സ്നോ ആണെന്നുണ്ടെങ്കിൽ ആൻസിക്ലോണിമ ഇതിനകത്തുണ്ടല്ലോ, യെസ്, ആൻസിക്ലോണിമ. ഇതെന്ത് കാണിക്കുന്നുണ്ട്? പർപ്പിൾ ബ്രൗൺ സ്നോ. ഇനി റെഡ് സ്നോ കാണിക്കുന്നതിന് ഒരു എക്സാമ്പിൾ ആരാണ്? ക്ലാമിഡോമോണാസ് ആണ്. ഓക്കെ, ദെൻ ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ബ്ലാക്ക് സ്നോ ആയിരുന്നു. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, റാഫിഡോണിമ. ദെൻ നെക്സ്റ്റ് ഈസ് ഫ്യൂക്കോസ്റ്റിറോൾ ഈസ് ദി സ്റ്റിറോൾ ഫൗണ്ട് ഇൻ ഡാഷ്. ഫ്യൂക്കോസ്റ്റിറോൾ എന്ന് പറയുന്നത് ഒരു സ്റ്റിറോളാണ്. ഇത് കാണുന്ന ആൽഗെ ക്ലാസ് ചെയ്യുന്നതാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ഓപ്ഷൻ ക്ലോറോഫൈസിയ, ദെൻ സയനോഫൈസിയ, ബാസിലാരിയോഫൈസിയ, നൺ ഓഫ് ദീസ്. മെയിനായിട്ടും ആൽഗയ്ക്കകത്ത് രണ്ട് കൈൻഡ് ഓഫ് സ്റ്റിറോൾസ് ആണ് പ്രസൻ്റ് ആയിരിക്കുന്നത്. ഫസ്റ്റ് വൺ ഈസ് സീലോസ്റ്റിറോൾ and second one is fucosterol. Okay, fucosterol. അതിനകത്ത് സിലോസ്റ്റിറോൾ പ്രസൻ്റ് ആയിരിക്കുന്നത് ക്ലോറോഫൈസിയയിൽ മാത്രമാണ്. ക്ലോറോഫൈസിയയിൽ മാത്രമാണ് എന്ത് കാണാൻ വേണ്ടി പറ്റുന്നത്? സിലോസ്റ്റിറോൾ കാണാൻ വേണ്ടി പറ്റുന്നത്. ഇനി ഫ്യൂക്കോസ്റ്റിറോൾ പ്രസൻ്റ് ആയിരിക്കുന്നത് എവിടേക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫിയോഫൈസിയെ, അതുപോലെ തന്നെ ബാസിലാരിയോഫൈസിയെ, അതുപോലെ തന്നെ റോഡോഫൈസിയയിലൊക്കെ എന്തിനെ കാണാൻ വേണ്ടി പറ്റും? റോഡോഫൈസിയയിലൊക്കെ നമുക്ക് ഈ പറഞ്ഞ ഫ്യൂക്കോസ്റ്റിറോൾ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഫ്യൂക്കോസ്റ്റിറോൾ ഈസ് എ സ്റ്റിറോൾ ഫൗണ്ട് ഇൻ ഏതൊക്കെയാണ്? നമുക്ക് ഫിയോഫൈസിയ ഇവിടെ ഉണ്ടോ? ഇല്ല. ബാസിലാരിയോഫൈസിയ ഉണ്ടോ? ഉണ്ട്. അതാണ്. അപ്പോൾ ഓപ്ഷൻ ഏതാണ്? സി ആണ് ഓപ്ഷൻ വരുന്നത്. അപ്പോൾ സീലോസ്റ്റിറോളും ഫ്യൂക്കോസ്റ്റിറോളും ആണ് ഫൗണ്ട് ഇൻ ആൽഗയിൽ കാണപ്പെടുന്ന സ്റ്റിറോൾസ്. അതിനകത്ത് സീലോസ്റ്റിറോൾ ആണെന്നുണ്ടെങ്കിൽ കാണുന്നത് എവിടെയാണ്? ക്ലോറോഫൈസിയയിലും, അതുപോലെ തന്നെ ഫ്യൂക്കോസ്റ്റിറോൾ ആണെന്നുണ്ടെങ്കിൽ കാണുന്നത് ഫിയോഫൈസിയ, ബാസിലാരിയോഫൈസിയ, റോഡോഫൈസിയയിലൊക്കെയാണ്. ഈ പറയുന്ന പിന്നെ ഏതായിരുന്നു? ക്രൈസോഫൈസിയയിലുണ്ട് കേട്ടോ, ക്രൈസോഫൈസിയയിലൊക്കെയാണ് ഈ പറയുന്ന ഫ്യൂക്കോസ്റ്റിറോൾ കാണുന്നത്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷൻ്റെ അകത്ത് ബാസിലാരിയോഫൈസിയ ഉണ്ടായിരുന്നു. അപ്പോൾ ഫ്യൂക്കോസ്റ്റിറോൾ കാണുന്ന ആൽഗെ ഏതാണ്? ബാസിലാരിയോഫൈസിയൻ മെമ്പേഴ്സിനകത്താണ് ഈ പറയുന്ന ഫ്യൂക്കോസ്റ്റിറോൾ കാണുന്നത്. ദെൻ നെക്സ്റ്റ് ഈസ് ടോണോപ്ലാസ്റ്റ് ഈസ് ദി ഔട്ടർ കവറിങ് ഓഫ്. ടോണോപ്ലാസ്റ്റ് എന്ന് പറയുന്നത് ഒരു സെൽ ഓർഗനലിൻ്റെ ഔട്ടർ കവറിങ് ആണ്. ഈ ഔട്ടർ കവറിങ് ഉള്ള സെൽ ഓർഗനൽ ആരാണ്? മൈറ്റോകോൺട്രിയ ആണോ? ഇല്ല. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലാണോ? അതുമല്ല. വാക്യൂളാണോ? അതെ. ഓപ്ഷൻ സി വാക്യൂളാണ് ആക്ച്വലി എന്ത്? ടോണോപ്ലാസ്റ്റ് ഔട്ടർ കവറിങ് ആയിട്ട് നിൽക്കുന്ന സെൽ ഓർഗനലിൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വാക്യൂളാണ്. ഇനി പ്ലാന്റ്സിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ എന്താണ്? രണ്ട് വാക്യൂൾസ് പ്രസൻ്റ് ആയിട്ടിരിക്കുന്നത്, പ്ലാന്റ് അല്ലല്ലോ, ആൽഗെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ രണ്ട് വാക്യൂള് പ്രസൻ്റ് ആയിട്ടുള്ളത് ഇൻ ക്ലാമിഡോമോണാസിനകത്ത്
ക്ലാമിഡോമോണാസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ 2 വാക്യൂൾ പ്രസൻ്റ് ആയിരിക്കും. ഇനി അതെല്ലാം ഉണ്ടെങ്കിൽ ഒരു ലാർജ് സെൻട്രൽ വാക്യൂൾ പ്രസൻ്റ് ആയിരിക്കുന്നത് ലാർജ് സെൻട്രൽ വാക്യൂൾ പ്രസൻ്റ് ആയിരിക്കുന്നത് ഇൻ സ്പൈറോഗൈറയ്ക്കകത്താണെന്നുണ്ടെങ്കിൽ ഒരു ലാർജ് ആയിട്ടുള്ള ഒരു സെൻട്രൽ വാക്യൂൾ പ്രസൻ്റ് ആണ് ഇൻ സ്പൈറോഗൈറ. പിന്നെ അതുപോലെ തന്നെ ക്യാരയിൽസിനകത്തും അതുപോലെ തന്നെ സൈഫണയിൽസിനകത്തും എന്താണ് വാക്യൂൾ എന്ന് പറയുന്നത് സെൻട്രലി പ്ലേസ്ഡ് ആയിട്ടുള്ള എൻലാർജ്ഡ് ആയിട്ടുള്ള നല്ല വലിപ്പമുള്ള എന്താണ് ഒറ്റ വാക്യൂളെ കാണത്തുള്ളൂ. പക്ഷെ അതെന്തായിരിക്കും നല്ല വലിപ്പത്തിലുള്ളതായിരിക്കും. കാരണം സൈഫണൈൽസ് പറഞ്ഞപ്പോൾ തന്നെ ക്യാവിറ്റി പോലെ ആയിരിക്കുമല്ലോ, കോഡിയം പോലെയുള്ള സ്ട്രക്ചേഴ്സൊക്കെ നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത് PVC പൈപ്പൊക്കെ ഇല്ലേ അതുകൂട്ടായിരിക്കും നമുക്ക് ഇരിക്കുന്നുണ്ടാവും. അത്ര കനമൊന്നുമില്ല, പക്ഷെ സംഭവം ചെറുതാണെങ്കിലും ആ ഉള്ളതിൽ ചെറുത് ഒരു ട്യൂബുലാർ സ്ട്രക്ചറിലേക്കായിരിക്കും നിൽക്കുന്നത്. അപ്പം അതിനകത്ത് എന്താണ് ഈ പറയുന്ന എന്താ പറയുന്നത് വാക്യൂള് കുറച്ച് ലാർജ് ആയിട്ടുള്ള വാക്യൂളായിരിക്കും. അത് സെൻട്രലി പ്ലേസ്ഡ് ആയിരിക്കും, ഇലോങ്ങേറ്റഡ് ആയിരിക്കും. ലാർജ് സെൻട്രൽ വാക്യൂള് കാണുന്നതാണെങ്കിൽ സ്പൈറോഗൈറയാണ്. ദെൻ 2 വാക്യൂള് പ്രസൻ്റ് ആയിരിക്കുന്നത് ക്ലാമിഡോമോണാസിനകത്താണ്. അപ്പോൾ ഇവിടെ എന്തായിരുന്നു ടോണോപ്ലാസ്റ്റ് ഔട്ടർ കവറിങ് ആയിട്ടുള്ളത് വാക്യൂളിനകത്താണ്. ദെൻ നെക്സ്റ്റ് ഈസ് ഓസ്മോ റെഗുലേഷൻ ഈസ് ദി ഫംഗ്ഷൻ ഓഫ് ലൈസോസോം, വാക്യൂൾ, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ആൻഡ് പ്ലാസ്മ മെംബ്രെയിൻ. ഏതിൻ്റെയാണ് ഓസ്മോ റെഗുലേഷൻ ഫംഗ്ഷനായിട്ട് വരുന്നത്? വാക്യൂളിൻ്റെ തന്നെ ഫംഗ്ഷനാണ് എന്ത് ഓസ്മോ റെഗുലേഷൻ എന്ന് പറയുന്നത്. The next is which is the site of light perception in algae? ആൽഗയ്ക്കകത്ത് ലൈറ്റ് പെർസെപ്ഷൻ ആയിട്ടുള്ള ഓർഗനൽ ഏതാണെന്നുള്ളതാണ് ചോദ്യം. പ്ലാസ്റ്റിഡ്സ്. പ്ലാസ്റ്റിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ല്യൂക്കോപ്ലാസ്റ്റ്, ക്രോമോപ്ലാസ്റ്റ്, ക്ലോറോപ്ലാസ്റ്റ് ഒക്കെ അവിടെ വരും. ദെൻ സ്റ്റിഗ്മയുടെ വേറൊരു പേരുണ്ട് വിച്ച് ഇസ് ഐസ്പോട്ട്. ദെൻ നെക്സ്റ്റ് ഈസ് ക്രോമോപ്ലാസ്റ്റ്. പ്ലാസ്റ്റിഡ്സിനകത്ത് തന്നെ വരുന്നതാണ്. ദെൻ നെക്സ്റ്റ് ഡി ഓപ്ഷൻ വരുന്നത് നൺ ഓഫ് ദി എബോ, മുകളിൽ കൊടുത്തിരിക്കുന്ന ഒന്നുമല്ല എന്നുള്ളതാണ് എന്നിരിക്കുന്നത്. ആൽഗയുടെ കേസിൽ ലൈറ്റ് പെർസെപ്ഷൻ സ്പേസ് എന്ന് പറയുന്നത് ഈസ് സ്റ്റിഗ്മ അല്ലെങ്കിൽ ഐസ്പോട്സ് ആണ്. ലൈറ്റ് പെർസെപ്ഷൻ ഏരിയ എന്ന് പറയുന്നത് അല്ലെങ്കിൽ സൈറ്റ് എന്ന് പറയുന്നത് സ്റ്റിഗ്മ അല്ലെങ്കിൽ ഐസ്പോട്ടാണ്. അപ്പോൾ 26ന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓക്കെ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇൻ സിഗ്നിമ എന്ന് പറഞ്ഞ ആൽഗി എടുത്ത് നോക്കിയാൽ ദി ഷേപ്പ് ഓഫ് ദി ക്ലോറോപ്ലാസ്റ്റ് ഈസ്, അവിടെ ഇരിക്കുന്ന ക്ലോറോപ്ലാസ്റ്റിൻ്റെ ഷേപ്പ് ഏതാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ. കുറേ ഷേപ്സിൽ മേജർലി നമ്മൾ ക്ലോറോഫൈസിൻ മെമ്പേഴ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു വൈഡ് റേഞ്ച് ഓഫ് സ്ട്രക്ചർ വേരിയേഷൻ അല്ലെങ്കിൽ ഷേപ്പ് ഓഫ് ക്ലോറോപ്ലാസ്റ്റ് ആയിരിക്കും ഓരോ ഓർഗാനിസത്തിനകത്തും അല്ലെങ്കിൽ ഓരോ ആൽഗീസിലും ഡെഫിനറ്റായിട്ട് നമുക്ക് പറയാൻ പറ്റും ഇതിനകത്തിരിക്കുന്നത് സ്പൈറൽ ഷേപ്ഡ് ആണ്, ഇതിനകത്ത് സ്റ്റെല്ലേറ്റ് ഷേപ്ഡ് ആണ്, ഇതിനകത്ത് കപ്പ് ഷേപ്ഡ് ആയിട്ട്, ഇതിനകത്ത് പെരേറ്റലാണ്. ഇങ്ങനെ എന്താണ് സ്ട്രക്ചർ ഓഫ് ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്നത് അല്ലെന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിഡ്സ് എന്ന് പറയുന്നത് ഭയങ്കര വാസ്റ്റായിട്ട് വേരി ചെയ്യുന്നുണ്ടാവും ഇൻ ക്ലോറോഫൈസിൻ മെമ്പേഴ്സ്. കാരണം ക്ലോറോഫൈസിൻ മെമ്പേഴ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ എന്താണ് ക്ലോറോപ്ലാസ്റ്റിനകത്ത് അല്ലെങ്കിൽ ക്ലോറോപ്ലാസ്റ്റ് ആണ് അവിടുത്തെ മേജർ പിഗ്മെൻറ്റ്. അപ്പോൾ ഈ പിഗ്മെൻറ്റിൻ്റെ പ്രസൻസ് തന്നെ കൂടുതലായതുകൊണ്ട് ഈ പറയുന്ന എല്ലാ ക്ലോറോഫൈസിൻ മെമ്പേഴ്സും അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, വൈഡ് വേരിയേഷൻ ഓഫ് ഷേപ്സ് കാണിക്കുന്നുണ്ട് ഓഫ് ക്ലോറോപ്ലാസ്റ്റ്. ഓക്കെ. ഇനി സിഗ്നിമയുടെ കേസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സിഗ്നിമയുടെ ക്ലോറോപ്ലാസ്റ്റിൻ്റെ ഷേപ്പ് ഏതാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് വൺ റിബ്ഡ്, ദെൻ സ്റ്റെല്ലേറ്റ്, പരേറ്റൽ ആൻഡ് സ്പൈറൽ. ഇതിനകത്ത് സിഗ്നിമയുടെ ക്ലോറോപ്ലാസ്റ്റ് ഷേപ്പ് വരുന്നത് ഈ സ്റ്റെല്ലേറ്റ് ആണ്. ഓക്കെ. സ്റ്റെല്ലേറ്റ് ഷേപ്ഡ് ആയിട്ടുള്ളതാണ്. ദെൻ നെക്സ്റ്റ് ഈസ് മാച്ച് ദി ഫോളോയിങ്. പിന്നെയും നമുക്കൊരു മാച്ച് ദി ഫോളോയിങ് വന്നിട്ടുണ്ട്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താലസ് ഓർഗനൈസേഷൻ നമ്മൾ പാമലോയിഡ്, ഡെൻഡ്രോയിഡ്, കോക്കോയിഡ് അങ്ങനെ കുറേ സാധനം പഠിച്ചിട്ട് കുറച്ച് സ്ട്രക്ചേഴ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ. വോൾവോക്സിൻ്റെ ആണെന്നുണ്ടെങ്കിൽ കോളനീസ് ഉണ്ട്, ഫിലമെൻറ്റസ് ഉണ്ട്, അങ്ങനെയൊക്കെ. അപ്പം ആ പറയുന്ന സ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ താലസ് ഓർഗനൈസേഷൻ വെച്ചിട്ടും ഇവിടെ നമുക്ക് കോളത്തിൽ കുറച്ച് ആൽഗീസിൻ്റെ പേരുമാണ് തന്നിരിക്കുന്നത്. ഓപ്ഷൻ ഏതാണെന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഫസ്റ്റ് ഓപ്ഷൻ വരുന്നത് ഫൈറ്റോഫ്തോറ, ദെൻ ടെട്രാസ്പോറ, ഫ്രിഷിയല്ല, ക്ലോറല്ല. ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പാമലോയിഡ്, കൊക്കോയിഡ്, ഫിലമെൻറ്റസ്, ഡെൻഡ്രോയിഡ് ആൻഡ് ഹെട്രോട്രൈക്കസ്. ഇത്രയാണ് നമുക്ക് ഓപ്ഷൻ തന്നിരിക്കുന്നത്. ഓക്കെ. ഓപ്ഷൻ തന്നിരിക്കുന്നത് ഇത്രയാണ്. ഇനി നമ്മൾ നോക്കുവാണ് ആൻസേഴ്സ് ഏതൊക്കെയാണ്. ഫൈറ്റോഫ്തോറയുടെ ആൻസർ വരുന്നത് ഫൈറ്റോഫ്തോറ ഇസ് എ ഫിലമെൻറ്റസ് ആൽഗയാണ്.
അപ്പോൾ എയുടെ ആൻസർ വരുന്നത് 3 ആണ്. ദെൻ ബി ടെട്രാസ്പോറ. ടെട്രാസ്പോറ പറഞ്ഞു കഴിഞ്ഞാൽ അത് പാമലോയിഡ് ആണോ, കൊക്കോയിഡ് ആണോ, ഡെൻഡ്രോയിഡ് ആണോ, ഹെട്രോട്രൈക്കസ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ടെട്രാസ്പോറ എന്ന് പറയുന്നത് ഒരു പാമലോയിഡ് ആയിട്ടുള്ള ഒരു ടെട്രാസ്പോറ ഓർമ്മയുണ്ടോ? ഇങ്ങനെ 4 എണ്ണം ചേർന്നിട്ട് ഇങ്ങനെ ഇരിക്കുന്നത്. ഓക്കെ, ഇങ്ങനെ ആയിരിക്കും സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്, പാമലോയിഡ് ആയിട്ടായിരിക്കും. ദെൻ ടെട്രാസ്പോറ കഴിഞ്ഞു. ദെൻ ഫ്രിഷിയല്ല. ഫ്രിഷിയല്ല പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രിഷിയല്ല ഈസ് എ ഹെട്രോട്രൈക്കസ്. അതായിരുന്നു സി. സി പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രിഷിയല്ല ഒരു ഹെട്രോട്രൈക്കസ് ആണ്. ഹെട്രോട്രൈക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു പ്രോസ്ട്രേറ്റ് സിസ്റ്റവും ഉണ്ടായിരിക്കും, ഒരു ഇറക്റ്റ് സിസ്റ്റവും ഉണ്ടായിരിക്കും. അതായത് താലസിൻ്റെ അതൊരു പ്രോസ്ട്രേറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു ക്രീപ്പിംഗ് ആയിട്ടുള്ള, എക്സാക്ട്ലി ക്രീപ്പിംഗ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ, അതായത് ഇങ്ങനെ പടർന്നു കിടക്കുന്ന ഒരു സ്ട്രക്ചറും ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഒരു ഇറക്റ്റ് ആയിട്ടുള്ള സ്ട്രക്ചറും ഉണ്ടായിരിക്കും. രണ്ടും വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സും ഉണ്ട്. ചിലതിനകത്ത് ക്രീപ്പിംഗ് ആയിട്ടുള്ള എന്താണ് സ്ട്രക്ചർ ആയിരിക്കും, അത് പ്രോസ്ട്രേറ്റ് സിസ്റ്റം ആയിരിക്കും കുറച്ച് വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ളത്. ചിലതിൻ്റെ കേസിൽ ഇറക്റ്റ് സിസ്റ്റം ആയിരിക്കും കുറച്ച് വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഫ്രിഷിയല്ല ഏതാണ്, ഹെട്രോട്രൈക്കസ് ആണ്. ദെൻ ക്ലോറല്ല. ക്ലോറല്ല ഡെഫിനറ്റ്ലി എന്താണ്, കൊക്കോയിഡ് ആണ്. ഓപ്ഷൻ ബി, സി, ഡി. ഓക്കെ. അപ്പോൾ നോക്കൂ, ക്ലോറല്ല കൊക്കോയിഡ് ആയിട്ടുള്ള താലസ് ഓർഗനൈസേഷൻ കാണിക്കുന്നു. നമുക്ക് ഓപ്ഷൻ ഫസ്റ്റ് നോക്കുകയാണേ. എയുടെ ആൻസർ 3. എയുടെ ആൻസർ 3 വരുന്ന ഒരു ഓപ്ഷനുണ്ട്, 2 ഓപ്ഷൻ. ബിയും സിയും നമുക്ക് നോക്കാം. എന്താണ്, എയുടെ ആൻസർ 3 വരുന്നതാണ്. അപ്പോൾ നമുക്ക് മറ്റേത് 2 നമുക്ക് വെട്ടിക്കളയാം. എ 2 ആണ് അതിൻ്റെ 2ൻ്റെ ആൻസർ വന്നിരിക്കുന്നത്, അത് തെറ്റാണ്. എയുടെ ആൻസർ ഏതാണ്, 3 ആണ്. ഫിലമെൻ്റസ് ആൽഗയാണ്, ഫൈറ്റോഫ്തോറ. ദെൻ ബിയുടെ ആൻസർ വരുന്നത് ഈസ് പാമലോയിഡ്, അതായത് ടെട്രാസ്പോറ കാണിക്കുന്നത് പാമലോയിഡ് സ്ട്രക്ചറാണ്. അപ്പോൾ B1 വരുന്ന ഓപ്ഷൻ നോക്കിയാൽ കഴിഞ്ഞാൽ ബി ഓപ്ഷൻ്റെ അകത്തും B1 ആണ്, സി ഓപ്ഷൻ്റെ അകത്തും B1 ആണ്. അപ്പോൾ ഇത് രണ്ടും റൈറ്റ് ആൻസർ ആണോ, നമുക്ക് നോക്കാം. ദെൻ സി ഫ്രിഷിയല്ല. ഫ്രിഷിയല്ല നോക്കിക്കഴിഞ്ഞാൽ സിയുടെ ആൻസർ 5 ആണ് വരുന്നത്. ഓക്കെ, ഹെട്രോട്രൈക്കസ് ആണ് ആര്, ഫ്രിഷിയല്ല. ഇവിടെ നോക്കൂ, സിയുടെ ആൻസർ വരുന്നത് 4 ആണ്. അപ്പോൾ ഇവിടെ തൊട്ട് എന്തായി, തെറ്റി. ഓക്കെ, അപ്പോൾ ബി ആൻസറും നമുക്ക് എന്തായി, റോങ് ആൻസറായി. പിന്നെ ഉള്ളത് നമുക്ക് ഓപ്ഷൻ സി ആണ്. സിക്കകത്ത് എന്താണ്, അതായത് ഫ്രിഷിയല്ലേൻ്റെ വരുന്നത് 5, സി 5 ആണ് കാണിച്ചിരിക്കുന്നത്. ദെൻ ഡി ക്ലോറല്ല. ക്ലോറല്ലയുടെ ആൻസർ വരുന്നത് ഈസ് 2, കോക്കോയിഡ് ആണ്. ഓക്കെ, അപ്പോൾ സിയുടെ ആൻസർ എന്താണ്, A3, B1, C5 ആൻഡ് D2. അപ്പോൾ ഓപ്ഷൻ ഏതാണ്, സി ആണ് ഇവിടുത്തെ മാച്ച് ദി ഫോളോയിങ്ങിൻ്റെ റൈറ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. ഓക്കെ, ക്ലിയർ ആണല്ലോ. അതായത് ഫൈറ്റോഫ്തോറ വരുന്നത് ഫിലമെൻ്റസ്, ടെട്രാസ്പോറ വരുന്നത് പാമലോയിഡ്, ഫ്രിഷിയല്ല വരുന്നത് ഹെട്രോട്രൈക്കസ് ആൻഡ് ക്ലോറല്ല വരുന്നത് കോക്കോയിഡ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കോൺ എ മീറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ഡിറൈവ്ഡ് ഫ്രം, അതായത് കോൺ എന്ന് പറയുന്നത് നമ്മളൊരു മീറ്റ് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഈ കോൺ എന്ന് പറയുന്നത് വേറൊരു ഫംഗസിൻ്റെ അകത്ത് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന പ്രൊഡക്റ്റാണ്. ആ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന ആൽഗെ ഏതാണെന്നാണ് ചോദ്യം. ഫംഗൈ ഏതാണെന്നുള്ളതാണ് ചോദ്യം. ഫസ്റ്റ് വൺ ഈസ് ക്ലാവിസിപ്സ് പ്യൂപ്പറിയ, ദെൻ ഫ്യൂസേറിയം വെനിനിറ്റം, ദെൻ കാലോസൈബെ ഇൻഡിക്ക ആൻഡ് സെക്കരോമൈസസ് സെർവീസേ. അപ്പോൾ നമ്മൾ നോക്കിയേ, കോൺ നമ്മൾ ഇക്കണോമിക് ഇമ്പോർട്ടൻസ് ഓഫ് ഫംഗൈക്കകത്ത് വെൽ ഡിസ്ക്രൈബ്ഡ് ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ് കോണിനെ കുറിച്ചിട്ട്. നോക്കൂ, കോൺ എന്ന് പറയുന്ന മീറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ഡിറൈവ് ചെയ്തിരിക്കുന്നത് ഫ്രം ദി ഫംഗൈ ഏതാണ്, ഫ്യൂസേറിയം വെനിനേറ്റം ആണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. അപ്പോൾ കോൺ എടുക്കുന്ന എവിടെ നിന്നാണ്, ഫ്യൂസേറിയം വെനിനേറ്റം. ദെൻ ദി നെക്സ്റ്റ് ഓപ്ഷൻ ഈസ് മാച്ച് ദി ഫോളോയിങ്. കുറച്ച് ആൽഗീസിൻ്റെ ഫംഗൈസിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്. മിൽക്കി മഷ്റൂം, അതായത് കോമൺ നെയിംസ് എ കോളത്തിലും ബി കോളത്തിൽ അതിൻ്റെ സയൻറ്റിഫിക് നെയിമുമാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ എന്താണ് മാച്ച് ദി ഫോളോ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. മിൽക്കി മഷ്റൂം, പാഡിസ്ട്രോ മഷ്റൂം, മോറൽസ്, ഷൈറ്റേക്ക. ഇതിനകത്ത് മോഷെല എസ്ക്യുലൻഡ, കാലോസൈബെ ഇൻഡിക്ക, ലെൻറ്റിനില്ല, എഡോഡിയസ്, ട്യൂബർ മെലാനോസ്പമം, വോൾവേരിയല്ല, വോൾവേഷ്യ. ഇത്രയാണ് നമുക്ക് ബി കോളത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് മാച്ച് ദി ഫോളോയിങ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ വരുന്നത് എ. ഫസ്റ്റിന് നമുക്ക് മാച്ച് ചെയ്ത് നോക്കാം. എ മിൽക്കി മഷ്റൂം. മിൽക്കി മഷ്റൂമിൻ്റെ ആൻസറായിട്ട് വരുന്നത് ഈസ്
കാലോസൈബെ ഇൻഡിക്ക ആണ്. ഓക്കെ, A2 കാലോസൈബെ ഇൻഡിക്ക. ദെൻ പാഡിസ്ട്രോ മഷ്റൂം ബി, ഓപ്ഷൻ ബി വരുന്നത് പാഡിസ്ട്രോ ആണ്. പാഡിസ്ട്രോ എന്ന് പറയുന്നത് വോൾവേരിയ അല്ല, വോൾവാലിക്കയാണ്. ദെൻ ഓപ്ഷൻ വോൾവേലിയ അല്ല, വോൾവേസിയ. ദെൻ ഓപ്ഷൻ സി വരുന്നത് മോറൽസ് ആണ്. മോറൽസിൻ്റെ പേര് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയായിരിക്കും, മോഷല്ല. നമുക്ക് ഓപ്ഷൻ നോക്കുമ്പോൾ തന്നെ ക്ലിയർ ആണ്, മോഷല്ല, എസ്ക്യുലൻറ്റ. മോറൽസ്, മോഷല്ല. ദെൻ ഷൈറ്റേക്ക്. ഷൈറ്റേക്കിൻ്റെ ആൻസർ വരുന്നത് ഈസ് ലെൻറ്റിക്കുല എഡോഡിസ് ആണ് ഷൈറ്റേക്ക് എന്ന് പറയുന്നത്. അപ്പം നോക്കൂ, എയുടെ ആൻസർ വരുന്നത് 2. A2 വരുന്ന എത്ര ആൻസേഴ്സ് ഉണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഓപ്ഷൻ ഡിയും ഓപ്ഷൻ സിയും A2 വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ദെൻ ഓപ്ഷൻ ബി വരുന്നത് 5 ആണ്. ഓപ്ഷൻ സിക്കകത്ത് വന്നിരിക്കുന്നത് B4 ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇതൊരു റോങ് ആൻസർ ആണ്. എയും ബിയും ഓൾറെഡി റോങ് ആൻസർ ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ നോക്കൂ, പിന്നെ വരുന്നത് ഓപ്ഷൻ ഡി മാത്രമേ ഉള്ളൂ. അതെങ്ങനെയാണെന്ന് നോക്കാം. A2, എയുടെ ആൻസർ 2 ആണ്. ബിയുടെ ആൻസർ വരുന്നത് B5 റൈറ്റ് ആൻസർ ആണ്. ദെൻ സി നോക്കൂ, C1 റൈറ്റ് ആണ്. ദെൻ ഡി വരുന്നത് ഈസ് 3, D3. നോക്കൂ, അപ്പോൾ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ. നോക്കൂ, ഇത് കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ, അതായത് ഫോറൻസിക് ഓഫീസർ ബയോളജിക്കകത്ത് കഴിഞ്ഞ വർഷം മീൻസ് ഇതിന് തൊട്ട് മുമ്പ് നടത്തിയ എക്സാമിന് അത് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ഇതുപോലെ തന്നെയായിരുന്നു. അതായത് കോമൺ നെയിം ഓഫ് ഫംഗസ് തന്നിട്ട്, അല്ല മഷ്റൂംസ് തന്നിട്ട് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്താണ് സയൻറ്റിഫിക് നെയിംസ് ഓപ്ഷൻ ബി കോളത്തിൽ കൊടുത്തിട്ട് മാച്ച് ദി ഫോളോയിങ് ചെയ്യാനായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻസ് ഇവിടെ ക്ലിയർ ആണല്ലോ ഇത്. Then next is 31. Tempeh, a fermented food which is formed by the reaction of Rhizopus oligosporus with, അതായത് ടെമ്പെ എന്ന് പറയുന്നത് ഒരു ഫെർമെൻറ്റഡ് പ്രൊഡക്റ്റാണ്. നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു എഡിബിളായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ടെമ്പെ. ഇത് ഉണ്ടാക്കുന്നത് റൈസോപ്പസ് ഒലിഗോസ്പോറസ് എന്ന് പറഞ്ഞിട്ടുള്ള ഫഞ്ചിയുടെ റിയാക്ഷൻ കൊണ്ടിട്ടാണ്. ഇനി എപ്പോഴാണ് ഇത് ഉണ്ടാകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഫെർമെൻറ്റേഷൻ പ്രൊഡക്റ്റ് ആണ്. ഓക്കെ, ഫെർമെൻറ്റഡ് ഫുഡാണ്. ഈ ഫെർമെൻറ്റഡ് ഫുഡ് ഉണ്ടാകുന്നത് റൈസോപ്പസ് ഒലിഗോസ്പോറസും പിന്നെ വേറെ ഒരാളും കൂടി വേണം. അവരുമായിട്ടുള്ള കെമിക്കൽ റിയാക്ഷൻ അല്ലെങ്കിൽ ഫെർമെൻറ്റേഷൻ പ്രോസസ്സ് നടന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, ടെമ്പെ ഉണ്ടാകുന്നത്. ഇനി ആ പ്രൊഡക്റ്റ് ഏതാണെന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതായത് റൈസോപ്പസ് ഒലിഗോസ്പോറസ് ഏതുമായിട്ട് റിയാക്ട് ചെയ്തിട്ടാണ് ഈ ഫെർമെൻറ്റഡ് ഫുഡ് ഉണ്ടാകുന്നതെന്ന് നമ്മൾ നോക്കണം. ഫസ്റ്റ് വൺ സോയാബീൻ, സെക്കൻഡ് വൺ മൈദ, ദെൻ തേർഡ് വൺ ലെഗ്യൂം സീഡ്സ് ആൻഡ് ഫോർത്ത് വൺ ഈസ് ഷുഗർ. നോക്കൂ, റൈസോപ്പസ് ഒലിഗോസ്പോറസ് എന്ന് പറഞ്ഞിട്ടുള്ള ഫഞ്ചൈ ലെഗ്യൂം സീഡ്സുമായിട്ട് ഫെർമെൻറ്റ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ അവരുമായിട്ട് റിയാക്ട് ചെയ്ത് ഫെർമെൻറ്റ് ചെയ്യിപ്പിച്ചിട്ടാണ് ടെമ്പെ എന്ന് പറയുന്ന ഫുഡ് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ ആൻസർ ഇവിടെ എന്താണ്? ആൻസർ അവിടെ ഏതാണ്? ഓപ്ഷൻ സി, ലെഗ്യൂം സീഡ്സ് ആണ് ആൻസർ വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഈസ് എക്സാമ്പിൾ ഓഫ് SCP, സിംഗിൾ സെൽ പ്രോട്ടീൻ്റെ എക്സാമ്പിൾ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ കാൻഡിഡ യൂട്ടിലിസ്, ദെൻ ബി സക്കാരോമൈസസ് സെർവീസിയെ, ബി സ്പൈറുലീന, ഡി ഓൾ ഓഫ് ദി എബോവ്. നോക്കൂ, ഫസ്റ്റ് രണ്ട് ഓപ്ഷൻസ്, അതായത് ഓപ്ഷൻ എയും ഓപ്ഷൻ ബിയും നമുക്ക് തന്നിരിക്കുന്നത് ഫഞ്ചയുടെ പേരാണ്. പക്ഷേ ഓപ്ഷൻ സി തന്നിരിക്കുന്നതോ അതൊരു ആൽഗേൻ്റെ പേരാണ്. അപ്പോൾ നോക്കൂ, ഈ പറയുന്നതിനകത്ത് സിംഗിൾ സെൽ പ്രോട്ടീൻ ആയിട്ടുള്ളത് ഏതാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഈ പറയുന്നതെല്ലാം തന്നെയും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സിംഗിൾ സെൽ പ്രോട്ടീൻസ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. മെയിനായിട്ട് നമ്മൾ ആൽഗേസിനകത്ത് ക്ലോറെല്ലയും സെൻറ്റസ്മസ് അങ്ങനത്തെ സിൻകോക്കസ് ഒക്കെയാണ് SCP പറയുന്നതെങ്കിലും സ്പൈറുലിനെയും എന്ത് ചെയ്യുന്നുണ്ട്, മൈൽഡായിട്ട് സിംഗിൾ സെൽ പ്രോട്ടീനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഓപ്ഷൻ ഈസ് ആൻ ഓർഗാനിക് ആസിഡ്. ഇനി ഒരു ഓർഗാനിക് ആസിഡിനെ കുറിച്ച് പറയാണ്. ആൻ ഓർഗാനിക് ആസിഡ് വിച്ച് ഈസ് ഫോംഡ് ആസ് എ റിസൾട്ട് ഓഫ് ദി ഫെർമെൻറ്റേഷൻ. ഒരു ഫെർമെൻറ്റേഷൻ്റെ റിസൾട്ടൻ്റായിട്ടാണ് ഈ പറയുന്ന ഓർഗാനിക് ആസിഡ് ഉണ്ടാവുന്നത്. ഫെർമെൻറ്റേഷൻ ഓഫ് ഷുഗേഴ്സ്, ഷുഗറിനെയാണ് ഇവിടെ ഫെർമെൻറ്റ് ചെയ്യുന്നത് ബൈ അസ്പെർജില്ലസ് ഒറൈസെ. അസ്പെർജില്ലസ് ഒറൈസെ, അതായത് അസ്പെർജില്ലസ് ഒറൈസെ എന്ത് ചെയ്യുവാണ്,
ഷുഗറിനകത്ത് ഫെർമെൻറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഷുഗറുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഉണ്ടാവുന്ന ഒരു ഓർഗാനിക് ആസിഡ്. ഓക്കെ, ഈ ഓർഗാനിക് ആസിഡ് ഏതാണ് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. മനസ്സിലായോ? An organic acid formed as a result of the fermentation of sugars by the fungus Aspergillus oryzae. The resultant organic acid is first one oxalic acid, B succinic acid, option 3 C kojic acid, and last one is gallic acid. ഏതാണെന്ന് ചോദിച്ചാൽ അസ്പെർജിലസ് ഒറൈസയും ഷുഗറും കൂടിയിട്ട് ഫെർമെൻറ്റേഷൻ പ്രോസസ്സ് നടന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് കിട്ടുന്ന ആസിഡ് കോജിക് ആസിഡ് ആണ്, വിച്ച് ഇസ് ആൻ ഓർഗാനിക് ആസിഡ്. ഓക്കെ, ഇങ്ങനെയും സ്റ്റേറ്റ്മെൻറ്റ്സ് ചോദിക്കാം, സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അതായത് നമുക്ക് കുറച്ച് ഫീച്ചേഴ്സ് തരുവാണ്, നമ്മുടെ ആൻസർ അവിടെ തന്നെ ഉണ്ട്, പക്ഷെ അതിന് ആ ആൻസറിന് പകരം അവർ വേറെ ഏതെങ്കിലും ഒരു ടേം വെച്ചിട്ട് അതിനെ ഡിഫൈൻ ചെയ്തിട്ട് എല്ലാ ക്യാരക്ടറിസ്റ്റിക്സും തരും. എന്നിട്ട് നമ്മളോട് പറയുകയാണ് നമുക്ക് തന്നിരിക്കുന്ന ആൻസേഴ്സിനകത്തുനിന്ന് മുകളിൽ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ള ഓർഗാനിക് ആസിഡ് അല്ലെങ്കിൽ ജെലാറ്റിനസ് കോമ്പൗണ്ട്, അതല്ലെന്നുണ്ടെങ്കിൽ എന്താണ് ഗ്രീൻ പിഗ്മെൻറ്റ് ഓർ ദി പിഗ്മെൻറ്റ് പ്രസൻറ്റ് ഇൻ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടായിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പോൾ ഈ തന്നിരിക്കുന്നതിനകത്ത് നിന്ന് ഏതാണെന്ന് നമ്മൾ കണ്ടുപിടിച്ചെഴുതാനാണ് നമ്മളോട് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ഓർഗാനിക് ആസിഡ് ഏതാണെന്ന് കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമുക്കുള്ള ഓർഗാനിക് ആസിഡ് അപ്പോൾ ഏതാണ്? കോജിക് ആസിഡാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ അട്രോമെൻറ്റിൻ ഈസ് എ ബ്രൗൺ പിഗ്മെൻറ്റ്. അട്രോമെൻറ്റിൻ എന്ന് പറയുന്നത് ഒരു ബ്രൗൺ പിഗ്മെൻ്റ് ആണ്, ഒബ്റ്റെയിൻഡ് ഫ്രം ബാക്സിലസ്, പെനിസിലിയം, അസ്പെർജില്ലസ് ആൻഡ് സക്കാരോമൈസ്. നോക്കൂ, അട്രോമെൻറ്റിൻ എന്ന് പറയുന്നത് ഒരു ബ്രൗൺ പിഗ്മെൻ്റ് ആണ്. ഇതിനെ ഒബ്റ്റൈൻ ചെയ്യുന്നത് എവിടെ നിന്നാണെന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി അതിന് കൂടാതെ ബ്രൗൺ പിഗ്മെൻ്റ് അല്ലാതെ നമുക്ക് 2 യെല്ലോ പിഗ്മെൻറ്റ് ഫഞ്ചൈ പ്രൊഡ്യൂസ് ചെയ്യിപ്പിക്കുന്നുണ്ട്. യെല്ലോ പിഗ്മെൻ്റ് ഉണ്ട്, ദെൻ ബ്രൗൺ ഉണ്ട്, പർപ്പിൾ ബ്രൗൺ ഉണ്ട്. ഇങ്ങനെ കുറേ നമ്പർ ഓഫ് പിഗ്മെൻറ്റ്സിനെ എന്ത് ചെയ്യുന്നുണ്ട്? ഫഞ്ചൈ പ്രൊഡ്യൂസ് ചെയ്യിപ്പിക്കുന്നുണ്ട്. ഇതിനകത്ത് ഫസ്റ്റ് വൺ ഈസ് ബ്രൗൺ പിഗ്മെൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണെന്നുള്ളതാണ് ചോദ്യം. അട്രോമെൻറ്റിൻ എന്നാണ് ആ പറയുന്ന ബ്രൗൺ പിഗ്മെൻറ്റിൻ്റെ പേര്. പ്രൊഡ്യൂസ് ചെയ്യിക്കുന്നത് ബാക്സിലസ് ആണ്. ഓക്കെ, ബാക്സിലസ്. ഇനി ഇത് കൂടാതെ നമ്മൾ ഓൾറെഡി പഠിച്ചു വെച്ചിരിക്കുന്ന വേറെ കുറച്ച് പിഗ്മെൻറ്റ്സ്, യെല്ലോ പിഗ്മെൻ്റ് ആയിട്ടുള്ള ക്രൈസോജീൻ പ്രൊഡ്യൂസ് ചെയ്യിപ്പിക്കുന്നത് ബൈ പെൻസിലിയം ക്രൈസോജീനം ആണ്. ദെൻ അതുപോലെ തന്നെ സെർക്കോസ്പൊറ കിക്കുജി പ്രൊഡ്യൂസ് ചെയ്യുന്നത് നിയോ സെർക്കോസ്പോറിയം എന്ന് പറഞ്ഞിട്ട് ഒരു പർപ്പിൾ സ്റ്റെയിനെ പ്രൊഡ്യൂസ് ചെയ്യിപ്പിക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ക്രൈസിൻ എന്ന് പറഞ്ഞിട്ട് വേറൊരു യെല്ലോ പിഗ്മെൻ്റ് ഉണ്ട്, അതിനെ പ്രൊഡ്യൂസ് ചെയ്യിപ്പിക്കുന്നത് ബൈ പെനിസിലിയം സിട്രിനിൻ ആണ്. അതുപോലെ തന്നെ ഏതാണ് ഒരു മെറൂൺ പിഗ്മെൻ്റ് ഉണ്ട് വിച്ച് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ അസ്പെർജില്ലസ് ഫ്യൂമിഗേറ്റസ്. ഇങ്ങനെ കുറേ നമ്പർ ഓഫ് ഫഞ്ചൈ കുറച്ച് പിഗ്മെൻറ്റ്സിനെയൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, യെല്ലോ പിഗ്മെൻറ്റ്സിൻ്റെ പേര് നോക്കിക്കഴിഞ്ഞാൽ ക്രൈസോജീനുണ്ട്, അതുപോലെ തന്നെ ക്രൈസോജീനും പിന്നെ ഏതാണ് പറഞ്ഞത് ക്രൈസോജീനും പിന്നെ ഒരെണ്ണം കൂടി ഞാൻ പറഞ്ഞിരുന്നല്ലോ വിച്ച് ഈസ് സിട്രിനിൻ. അതും എന്ത് തന്നെയാണ്? യെല്ലോ പിഗ്മെൻ്റ് ആണ്. ഓക്കെ, ഇവിടുത്തെ ബ്രൗൺ പിഗ്മെൻ്റിൻ്റെ പേരെന്താണ്? അട്രോമെൻറ്റിൻ. ദെൻ നെക്സ്റ്റ് ഈസ് ട്രൈക്കോഡെർമ ഹൾസിയാനം ഈസ് യൂസ്ഡ് ആസ് ബയോകൺട്രോൾ ഏജൻറ്റ്, ഫെർട്ടിലൈസർ, പെസ്റ്റിസൈഡ്, ഫെർമെൻറ്റേഷൻ ഏജൻറ്റ്. അതായത് ട്രൈക്കോഡെർമ ഹൾസിയാനം എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഫഞ്ചൈയുടെ സയൻറ്റിഫിക് നെയിം തന്നിരിക്കുകയാണ്. ഇത് എന്തായിട്ടാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. എന്തായിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബയോകൺട്രോൾ ഏജൻറ്റ്, ദെൻ ഫെർട്ടിലൈസർ, പെസ്റ്റിസൈഡ് ആൻഡ് ഫെർമെൻറ്റേഷൻ ഏജൻറ്റ്. നോക്കൂ, ഇതൊരു ബയോ കൺട്രോൾ ഏജൻ്റ് ആണ്. ലേറ്റ് ബ്ലൈറ്റ് ഓഫ് ടൊമാറ്റോ, സോറി വൺ ക്വസ്റ്റ്യൻ ഈസ് ഓക്കെ, ഇത് നോക്കിയിട്ട് നമുക്കത് നോക്കാം കേട്ടോ. അതായത് ഇത് ഒരു ബയോ കൺട്രോൾ ഏജൻ്റ് ആണ്, എന്ത് ട്രൈക്കോഡെർമ ഹൾസിയാനം എന്ന് പറയുന്നത്. ബിക്കോസ് ഇത് യൂസ് ചെയ്യുന്നത് ടു കൺട്രോൾ ലേറ്റ് ബ്ലൈറ്റ് ഓഫ് ടൊമാറ്റോയുടെ ലേറ്റ് ബ്ലൈറ്റ് ഓഫ് ടൊമാറ്റോ.
ഡിസീസിനെ കോസ് ചെയ്യുന്നത് ബൈ കോസിറ്റീവ് ഓർഗാനിസം ഓഫ് ലേറ്റ് ബ്ലൈറ്റ് ഓഫ് ടൊമാറ്റോ എന്ന് പറയുന്നത് ഈസ് ഓൾട്ടർനേറിയ സൊളേനിയാണ്. ഓൾട്ടർനേറിയ സൊളേനി ഈ പറയുന്ന ഫംഗസിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ബയോ കൺട്രോൾ ഏജൻ്റായിട്ട് യൂസ് ചെയ്യുന്നത് വേറൊരു ഫംഗസിനെയാണ്. അതാണ് ഇത് ട്രൈക്കോഡെർമ ഹെർസിയാനം. ഇത് കോസ് ചെയ്യുന്നത്, അതായത് ഓൾട്ടർനേറിയ സൊളേനി കോസ് ചെയ്യുന്നത് ടൊമാറ്റോയ്ക്കകത്ത് ലേറ്റ് ബ്ലൈറ്റ് ഓഫ് ടൊമാറ്റോ കോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ബയോ കൺട്രോൾ ഏജൻ്റായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ട്രൈക്കോഡെർമ ഹെർസിയാനം യൂസ് ചെയ്യുന്നത്. നോക്കൂ, ഇത് തൊട്ട് മുമ്പ് ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ടായിരുന്നേ, റിയലി ഫോർഗോട്ട്. നോക്കൂ, ഫൈൻഡ് ഔട്ട് ദി ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് എർഗോട്ട് ആൽക്കലോയിഡ്സ്. എർഗോട്ട് ആൽക്കലോയിഡ്സിനെ കുറിച്ചിട്ടുള്ളതിനകത്ത് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഇറ്റ് മേ കോസ് സ്ട്രേഞ്ച് ഹാലൂസിനേഷൻ. ഓക്കെ, നോക്കൂ, എർഗോട്ട് ആൽക്കലോയിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇത് കുറച്ച് ആൽക്കലോയിഡ്സ് ആണെന്ന് മനസ്സിലായി. ഓക്കെ, എർഗോട്ട് എന്ന് പറയുന്നത് ആക്ച്വലി ക്ലാവിസെപ്സ് പുർപ്പുറിയയുടെ സ്ക്ലീറോഷ്യം പ്രൊഡ്യൂസ് ചെയ്യുന്ന കുറച്ച് കെമിക്കൽ കോമ്പൗണ്ട്സ് ആണ്. ഇവർക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള മെഡിസിനൽ പർപ്പസും ഉണ്ട്. അറ്റ് ദി സെയിം ടൈം ഇവർക്ക് എന്താണ്, കുറച്ച് ഹാംഫുൾ ഇഫക്ട്സും ഈ പറയുന്ന എർഗോട്ട് ആൽക്കലോയിഡ്സ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആൽക്കലോയിഡ്സ് എന്ന് ജനറൽ ഒരു നെയിം ആണെങ്കിൽ പോലും ഇതിനകത്ത് ഒരുപാട് സബ് കാറ്റഗറീസ് ഓഫ് ആൽക്കലോയിഡ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, നോക്കൂ, ഇറ്റ് മേ കോസ് സ്ട്രേഞ്ച് ഹാലൂസിനേഷൻ. എക്സാക്ട്ലി റൈറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇവർക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഹാലൂസിനേഷൻ എഫക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ ഡ്രഗ് ഫോർ ഹൈ BP, അതായത് ഹൈ ബ്ലഡ് പ്രഷറുള്ള ആൾക്കാർക്ക് ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടും എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന എർഗോട്ട് ആൽക്കലോയിഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അബ്സല്യൂട്ട്ലി ട്രൂ. പ്രൊഡ്യൂസ്ഡ് ബൈ ഫംജൈ അഗാരിക്കസ്. നോ, ഇതുണ്ടാക്കുന്നത് അഗാരിക്കസ് അല്ല, പകരം ക്ലാവിസെപ്സ് ആണ് കേട്ടോ. ക്ലാവിസെപ്സ് പ്യൂർപ്പുറിയാണ് എന്ത് ചെയ്യുന്നത്, എർഗോട്ട് ആൽക്കലോയിഡ്സിനെ പ്രൊഡ്യൂസ് ചെയ്യിപ്പിക്കുന്നത്. ഓക്കെ, ദെൻ പ്രൊഡ്യൂസ് മെനി ആൽക്കലോയിഡ്സ്. കുറേ ആൽക്കലോയിഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. എർഗോട്ടിനിൻ, LSD, എർഗോബേസിൻ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് 3 മാത്രമല്ല കേട്ടോ, ഇനിയും വേറെ കുറേ ആൽക്കലോയിഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. റെഫറൻസ് നോട്ട്സ്. ഓക്കെ, നോക്കൂ, അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന 4 ഓപ്ഷൻ്റെ അകത്തുനിന്ന് 3ാമത്തെ ഓപ്ഷനാണ് ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. കാരണം ഫംജൈ അഗാരിക്കസ് എന്ന് പറഞ്ഞ ഫംജൈ അല്ല ആക്ച്വലി എന്ത് ചെയ്യുന്നത്, എർഗോട്ട് ആൽക്കലോയിഡ്സിനെ പ്രൊഡ്യൂസ് ചെയ്യിപ്പിക്കുന്നത്. പകരം ക്ലാവിസെപ്സ് പുർപ്പുറിയ എന്ന് പറഞ്ഞിട്ടുള്ള ഫംജൈ ആണ് എന്ത് ചെയ്യുന്നത്, എർഗോട്ട് ആൽക്കലോയിഡ്സിനെ പ്രൊഡ്യൂസ് ചെയ്യിപ്പിക്കുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ്റെ അകത്ത് ആക്ച്വലി എർഗോട്ട് ആൽക്കലോയിഡ്സിനെ കുറിച്ച് അല്ല, എർഗോടോക്സിനെ കുറിച്ചിട്ടൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു കേട്ടോ. Then next is Astylago triticale is the causative organism of rust in wheat, smut in wheat, rust in barley, smut in barley. ഓക്കെ, നോക്കിവിടെ 2 ഡിസീസാണ് മെയിൻലി പറഞ്ഞത്, റസ്റ്റും സ്മട്ടും. നോക്കി, റസ്റ്റ് കോസ് ചെയ്യുന്നത് ആരാണ്, സ്മട്ട് കോസ് ചെയ്യുന്നത് ആരാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, റസ്റ്റ് ഡിസീസ് കോസ് ചെയ്യുന്നത് മേജർലി ബൈ ഫൈറ്റോഫ്തോറയാണ്. റസ്റ്റ് കോസ് ചെയ്യുന്നത് ഫൈറ്റോഫ്തോറയും ദെൻ സ്മട്ട് കോസ് ചെയ്യുന്നത് അസ്റ്റിലാഗോയുമാണ്. സ്മട്ട് കോസ് ചെയ്യുന്നത് അസ്റ്റിലാഗോ ആണ്. നോക്കൂ, സോറി കേട്ടോ, റസ്റ്റ് കോസ് ചെയ്യുന്നത് പക്സീനിയൽസ് ആണ്. പക്സീനിയൽസ്. ഓക്കെ, പക്സീനിയൽസും സ്മട്ട് കോസ് ചെയ്യുന്നത് അസ്റ്റിലാഗോയുമാണ്. നോക്കൂ, ഈ ഒറ്റ കേസ് അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏതാണ് പോസിറ്റീവ് ഓർഗാനിസം എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. നോക്കൂ, നമ്മുടെ ക്വസ്റ്റ്യൻ നടന്നത് അസ്റ്റിലാഗോ ട്രിറ്റിക്കൈ ഈസ് ദി പോസിറ്റീവ് ഓർഗാനിസം ഓഫ് ഡാഷ്. അസ്റ്റിലാഗോ കോസ് ചെയ്യുന്നത് സ്മട്ടാണ്. സ്മട്ട് ഇൻ വീറ്റ് ആണോ സ്മട്ട് ഇൻ ബാർലി ആണോ എന്ന് മാത്രം നമ്മൾ നോക്കിയാൽ മതി. ഓക്കെ, വീറ്റിൻ്റെ സയൻറ്റിഫിക് നെയിം എന്താണ്, ട്രിറ്റിക്കം ഏസ്റ്റിക. അപ്പോൾ ട്രിറ്റിക്കം എന്നുള്ള ഇതിൻ്റെ
സയൻറ്റിഫിക് നെയിമിനകത്ത് വരുന്ന ഒരു പാർട്ടിനെയാണ് എന്ത് ചെയ്തിരിക്കുന്നത് ഇവിടെ കോസിറ്റീവ് ഓർഗാനിസത്തിനകത്ത് ഇൻവോൾവ് ചെയ്തിരിക്കുന്ന അസ്റ്റിലാഗോ ട്രിറ്റിക്കൈ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? 37ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ അപ്പോൾ ഇവിടെ എന്താണ്? ഓപ്ഷൻ ബി ആണ്. കാരണം സ്മട്ട് കോസ് ചെയ്യുന്നത് അസ്റ്റിലാഗോ ആണ്. ട്രിറ്റിക്കൈ എന്ന് പറയുന്നത് വീറ്റിൻ്റെ എന്താണ് സയൻറ്റിഫിക് നെയിമാണ്. ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ വേറൊരു ഓപ്ഷൻ കൂടി ഉണ്ട്, സ്മട്ട് ഇൻ ബാർലി. ബാർലിയുടെ സ്മട്ട് ഡിസീസ് കോസ് ചെയ്യുന്നത് അസ്റ്റിലാഗോ ഹോഡിയാണ്. അസ്റ്റിലാഗോ ഹോഡി. ഓക്കെ. Then next is, which is the causative organism of powdery mildew of wheat? വീറ്റിൻ്റെ പൗഡറി മിൽഡ്യൂ കോസ് ചെയ്യുന്ന ഓർഗാനിസം ഏതാണെന്നാണ് ഫസ്റ്റ് ഓപ്ഷൻ. ഫൈറ്റോഫ്തോറ ഇൻഫെസ്റ്റൻസ്, ദെൻ എരിസിഫെ പോളിഗോണി, ദെൻ എരിസിഫെ ഗ്രാമിനിസ് ആൻഡ് ഫൈറ്റോഫ്തോറ ഗ്രാമിനിസ്. നോക്കൂ, നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസിനകത്തുനിന്ന് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് പൗഡറി മിൽഡ്യൂ ഓഫ് വീറ്റ് കോസ് ചെയ്യുന്ന ആരാണെന്നാണ്. പൗഡറി മിൽഡ്യൂ മെയിനായിട്ടും കോസ് ചെയ്യുന്നത് എരിസിഫെ എന്ന് പറയുന്ന ഗ്രൂപ്പ് ഓഫ് മെമ്പേഴ്സാണ്. ഇനി ഇതിൽ തന്നെ വീറ്റിൻ്റെ ആയതുകൊണ്ട് ഇവിടെ കോസ് ചെയ്യുന്നത് എരിസിഫെ ഗ്രാമിനിസ് ആണ്. ഓക്കെ, ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ സി ആണ്. എരിസിഫെ ആണ് എന്ത് ചെയ്യുന്നത്, എരിസിഫെ ഗ്രാമിനിസ് ആണ് കോസറ്റീവ് ഓർഗാനിസം ഓഫ് വീറ്റ് പറയുന്നത്. ഇനി ഫൈറ്റോഫ്തോറ ഇൻഫെസ്റ്റൻസ് എന്ന് പറയുന്നത് ലേറ്റ് ബ്ലൈറ്റ് ഓഫ് പൊട്ടാറ്റോ ഉണ്ടാക്കുന്നതാണ്. ഓക്കെ, ലേറ്റ് ബ്ലൈറ്റ് ഓഫ് പൊട്ടാറ്റോ. ദെൻ ഫൈറ്റോഫ്തോറ ഗ്രാമിനിസ് ഇല്ല, പകരം എരിസിഫെ പോളിഗോണി ക്രിയേറ്റ് ചെയ്യുന്നത് എന്താണ് പൗഡറി മിൽഡ്യൂ ഓഫ് പി. പൗഡറി മിൽഡ്യൂ ഓഫ് പി ഉണ്ടല്ലോ, പി പ്ലാന്റ്സ്. അവരുടെ അത് പൗഡറി മിൽഡ്യൂ ക്രിയേറ്റ് ചെയ്യുന്നത് എരിസിഫെ പോളിഗോണിയാണ്. നമുക്ക് ഇനി ഫഞ്ചയുടെ ബാക്കി ക്ലാസ്സുകൾ വരുന്നുണ്ട്, അപ്പോൾ നമുക്കിത് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നോക്കാനുണ്ട്. അതായത് ഡിസീസസ് ഇൻ ഫഞ്ചൈ അല്ലെങ്കിൽ ഡിസീസ് കോസ്ഡ് ബൈ ഫഞ്ചൈ എന്നുള്ളത് നമുക്കൊരു എന്താണ് വാസ്റ്റ് സെഷനായിട്ട് തന്നെ നമുക്ക് നോക്കാനുള്ളതാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഇതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കാം കേട്ടോ. അപ്പോൾ നോക്കൂ, എരിസിഫെ ഗ്രാമിനിസ് എന്ന് പറയുന്നത് എന്തുണ്ടാക്കും, പൗഡറി മിൽഡ്യൂ ഓഫ് വീറ്റ് ഉണ്ടാക്കുന്നു. ദെൻ ഫൈറ്റോഫ്തോറ ഇൻഫെസ്റ്റൻസ് എന്ന് പറയുന്നത് ലേറ്റ് ബ്ലൈറ്റ് ഓഫ് പൊട്ടാറ്റോ ക്രിയേറ്റ് ചെയ്യുന്നു. ദെൻ എരിസിഫെ പോളിഗോണി ആണെന്നുണ്ടെങ്കിൽ പൗഡറി മിൽഡ്യൂ ഓഫ് പി ഉണ്ടാക്കുന്നു. ഓക്കെ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഈസ്റ്റ് ഇൻഫെക്ഷൻ ഇൻ ഹ്യൂമൻസ് കോസ്ഡ് ബൈ ദി ഫഞ്ചൈ. ഹ്യൂമൻസിനകത്തുള്ള ഈസ്റ്റ് ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നത് ആരാണ്? ഫസ്റ്റ് ഓപ്ഷൻ സെക്കാരോമൈസിസ്, ദെൻ നെക്സ്റ്റ് ഓപ്ഷൻ ഫൈറ്റോഫ്തോറ, ദെൻ ഓപ്ഷൻ സി ട്രൈക്കോഫൈറ്റോൺ ആൻഡ് ഓപ്ഷൻ ഡി ഈസ് കാൻഡിഡ. ഇങ്ങനെ നമുക്ക് 4 ഓപ്ഷനാണ് ഉള്ളത്. നോക്കൂ, ഈസ്റ്റ് എന്ന് കണ്ട ഉടനെ നമ്മൾ ചാടി വീണ് സക്കരോമൈസിസിനകത്തോട്ട് ബബിൾ ചെയ്യാൻ പാടില്ല. ഈസ്റ്റ് ഇൻഫെക്ഷൻ ആക്ച്വലി ക്രിയേറ്റ് ചെയ്യുന്നത് കാൻഡിഡ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫംഗിയാണ്. ഈ കാൻഡിഡയുടെ പ്രത്യേകത, കാൻഡിഡയിനെ ഇൻഫെക്ഷനെ എല്ലാം നമ്മൾ കാൻഡിഡിയാസിസ് എന്ന് വിളിക്കും. ഓക്കെ, കാൻഡിഡിയാസിസ്. ഈ കാൻഡിഡിയാസിസ് കുറേ റീജിയൻസിലൊക്കെ നമുക്ക് മേജറായിട്ടും വരാം. ഇത് കാൻഡിഡിയാസിസ് ഇൻ ഓറൽ ഏരിയ അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ത്രോട്ട് ഏരിയയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ, ഓറൽ ഏരിയയിലാണെന്നുണ്ടെങ്കിൽ ഇതിനെ ട്രഷ് എന്ന് വിളിക്കും. ഓക്കെ, ട്രഷ്. ഇനി ഇത് വജൈനൽ പോർഷനിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനെ വിളിക്കുന്നതാണ് ഈസ്റ്റ് ഇൻഫെക്ഷൻ. ഓക്കെ, ഈസ്റ്റ് ഇൻഫെക്ഷൻ എന്ന് വിളിക്കും. മനസ്സിലായോ? അപ്പോൾ ഈസ്റ്റ് ഇൻഫെക്ഷൻ ഇൻ ഹ്യൂമൻസ് കോസ്ഡ് ബൈ ദി ഫഞ്ചൈ ഏതാണ്? കാൻഡിഡ. കാൻഡിഡിയാസിസ് ഇൻ വജൈനൽ ഏരിയ ആണെന്നുണ്ടെങ്കിൽ നമ്മളതിനെ ഈസ്റ്റ് ഇൻഫെക്ഷൻ എന്നും, എന്താണ് ഓറൽ ഏരിയ ആണെങ്കിൽ ട്രഷ് എന്ന് വിളിക്കും. ഓക്കെ. ദെൻ ഫൈൻഡ് ഔട്ട് ദി ഫീൽഡ് മഷ്റൂം. ഫീൽഡ് മഷ്റൂം ഏതാണെന്നുള്ളതാണ് പ്ലൂറോട്ടസ്, അഗാരിക്കസ് ബൈസ്പോറസ്, അഗാരിക്കസ് കെമ്പസ്ട്രിസ് ആൻഡ് മോർഷില്ല. മോർഷില്ലേനെ നമ്മൾ വിളിക്കുന്നത് എന്താണ്? മോറൽസ് എന്നാണ്. ഓക്കെ, അതറിയാവുന്ന കാര്യമാണ്. ബാക്കി പറഞ്ഞേ. പ്ലൂറോട്ടസ് എന്ത് കൈൻഡ് ഓഫ് ആൻഡ് ഫംഗൈ ആണ്, അല്ലെങ്കിൽ ഫംഗസിൻ്റെ കോമൺ നെയിമാണ്? പ്ലൂറോട്ടസ് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കൂ, ഓയസ്റ്റർ മഷ്റൂമാണ്.
ഓയിസ്റ്റർ മഷ്റൂമാണ്. ദെൻ അഗാരിക്കസ് ബൈസ്പോറസ് പറഞ്ഞു കഴിഞ്ഞാൽ ബട്ടൺ മഷ്റൂമാണ്. ബട്ടൺ മഷ്റൂമാണ്. നോക്കൂ, ബി അങ്ങനെ ഓർത്തിരുന്നാൽ മതി. അഗാരിക്കസിന് തന്നെ രണ്ടെണ്ണം ഉണ്ട്. അഗാരിക്കസ് കെമ്പസ്ട്രസും ഉണ്ട്, അറ്റ് ദി സെയിം ടൈം അഗാരിക്കസ് ബൈസ്പോറസും ഉണ്ട്. ബി വെച്ച് ഓർത്തിരുന്നേ, ബൈസ്പോറസ് ബട്ടൺ മഷ്റൂം. ഓക്കെ, അഗാരിക്കസ് ബൈസ്പോറസ് ആണെന്നുണ്ടെങ്കിൽ ബട്ടൺ മഷ്റൂം. ഇനി അഗാരിക്കസ് കെമ്പസ്ട്രസ് ആണെങ്കിലോ ഫീൽഡ് മഷ്റൂം ആണ്. ഓക്കെ, ഫീൽഡ് മഷ്റൂം. മോഷല്ല ആണെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ്, മോറൽസ് ആണ്. ദെൻ നെക്സ്റ്റ് ഈസ് ദിസ് ഗ്രൂപ്പ്. നോക്കൂ, അപ്പോൾ ഇവിടെ ആൻസർ ഏതാണ്? ഡെഫിനറ്റ്ലി ഇവിടെ ആൻസർ സി ആണ്. ഓക്കെ, ദെൻ ദിസ് ഗ്രൂപ്പ് ഈസ് യൂസ്ഡ് ടു റെപ്രസെൻറ്റ് പാത്തോളജിക്കൽ ഫഞ്ചൈ. പാത്തോളജിക്കൽ ഫഞ്ചിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഗ്രൂപ്പ് താഴെ കൊടുത്തിരിക്കുന്നത് അത് ഏതാണ്? പെനിസിലിയം ആണോ? അല്ല. കാരണം എന്താണ്, പാത്തോജനിക് ഫഞ്ചി ആണോ പെനിസിലിയം? തീർത്തും നമുക്ക് പറയാൻ പറ്റത്തില്ല. അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ്, അതായത് ഈ ഗ്രൂപ്പ് പെനിസിലിയം എന്ന് പറയുന്ന എല്ലാ ഗ്രൂപ്പിനെയും നമുക്ക് കോസിറ്റീവ് ഓർഗാനിസം അല്ലെങ്കിൽ എന്താണ് പാത്തോജനിക് ഫഞ്ചി എന്ന് പറയാൻ പറ്റുമോ? ഡെഫിനറ്റ്ലി നോട്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ അതിനകത്തുനിന്ന് പെനിസിലിൻ എന്ന് പറഞ്ഞിട്ട് ആൻറ്റിബയോട്ടിക്കിനെ എടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് മെഡിസിനൽ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ ട്രഫിൾസ്, മോറൽസ്, ഇത് രണ്ടും എന്താണ്, എഡിബിൾ ആണ്. ഓക്കെ, എഡിബിൾ ആയിട്ടുള്ള മഷ്റൂമാണ്. ഇതിനകത്ത് കൂടെ തന്നെ നമുക്ക് ചേർക്കാൻ പറ്റുന്ന വേറൊരാളും കൂടി ഉണ്ട്, വിച്ച് ഈസ് മഷ്റൂം, നോർമൽ മഷ്റൂം. ഓക്കെ, അതെല്ലാം അണ്ടർ ദി കാറ്റഗറി എഡിബിൾ ആണ്. ഇതിനകത്തും പോയിസണസ് ആയിട്ടുള്ള മഷ്റൂംസ് വരാം. പക്ഷേ എന്താണ്, മോസ്റ്റ്ലി പറയുമ്പോൾ നമ്മളിത് ട്രഫിളും മോറൽസും മഷ്റൂംസ് എല്ലാം ബേസിക്കലി പറയുന്നത് എഡിബിൾ ഫഞ്ചിയുടെ കാറ്റഗറിയിലാണ്. ഇനി സ്മട്ട്, റസ്റ്റ് ആൻഡ് മോൾഡ്സ്. സ്മട്ട് എന്താണ്, റസ്റ്റ് എന്താണ്? പാത്തോജനിക് ഗ്രൂപ്പാണ്. അതായത് പ്ലാന്റ്സിനകത്ത് എന്തിനെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഇവർ? കുറേ ഡിസീസസ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പം സ്മട്ടും റസ്റ്റും മോൾഡും വരുന്ന ഗ്രൂപ്പ് ഓഫ് ഫഞ്ചിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പാത്തോളജിക്കൽ ഫഞ്ചി എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി ആണ്. ദ നെക്സ്റ്റ് ഈസ് ഡെത്ത് ഏഞ്ചൽ ഓർ death cap. Amanita and jack-o'-lantern mushroom are examples of poisonous mushrooms, edible mushrooms, none of the above, both A and B. നോക്കൂ, ഡെത്ത് ഏഞ്ചൽ പേരിനകത്ത് തന്നെയുണ്ട് സാധനം. എന്താണ്? നമ്മൾ അറിയാതെ ആണെങ്കിലും അമാനിറ്റ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്കപ്പം തന്നെ എന്ത് ചെയ്യും? ഹൈലി പോയിസണസ് ആണ്. എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ്, ഫുഡ് ഇൻഫെക്ഷനൊക്കെ വരും. അതുപോലെ തന്നെ ഫുഡ് പോയ്സണിങ് എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഡിസീസസ് ഒക്കെ കോസ് ചെയ്യാനും ചിലപ്പോൾ, അതായത് വളരെ കൂടിയ അളവിലാണ് ഈ പറയുന്ന കെമിക്കൽ കോമ്പൗണ്ട് നമ്മുടെ ഉള്ളിൽ പോകുന്നുണ്ടെങ്കിൽ അമാനിറ്റ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി എന്ത് ചെയ്യും? ഡെത്തായി പോകും. അപ്പോൾ അതുപോലെ തന്നെ ജാക്കോ-ലാറ്റൺ മഷ്റൂമും എക്സാമ്പിൾസ് ആണ് ഓഫ് പോയ്സണസ് മഷ്റൂം. പോയ്സണസ് മഷ്റൂമിൻ്റെ എക്സാമ്പിളാണ്. ഓക്കെ, then next is production of ethanol occurs in one of the life process of bread mold, yeast, mushroom, penicillium. എത്തനോളിനെ പ്രൊഡ്യൂസ് ചെയ്യിക്കുന്നത് ഒരു താഴെ കൊടുത്തിരിക്കുന്ന ഓർഗാനിസത്തിൻ്റെ ലൈഫ് പ്രോസസ്സിൻ്റെ അകത്തുള്ളതാണ്. ഏതാണ് ആ ഓർഗാനിസം എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഈസ്റ്റ് ആണ് ആ ഓർഗാനിസം, ഈസ്റ്റ്. ഓക്കെ, ഈസ്റ്റ് എന്ത് ചെയ്യുന്നു? ഷുഗറിനെ കൺവേർട്ട് ചെയ്തിട്ട്, ഓക്കെ, ഷുഗറിനെ കൺവേർട്ട് ചെയ്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡും എഥനോളുമായിട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, കാർബൺ ഡൈ ഓക്സൈഡും എഥനോളുമായിട്ട് മാറ്റും. നമ്മൾ അപ്പം പുളിപ്പിക്കുന്നില്ലേടോ, അപ്പം ഉണ്ടാക്കുന്നില്ലേ, നമ്മൾ എന്ത് ചെയ്യും? തലേന്ന് തന്നെ മാവരച്ച് ഫ്രിഡ്ജിനകത്ത് വയ്ക്കുന്നു, റൂം ടെമ്പറേച്ചറിനകത്ത് വെക്കുന്നു. അരിയും തേങ്ങയും പിന്നെന്താണ്, ചിലപ്പോൾ ചിലർ തേങ്ങാ വെള്ളം ഒഴിക്കുന്നുണ്ടാവും. ഇതൊക്കെ എന്താണ്, കാർബോഹൈഡ്രേറ്റിൻ്റെ സോഴ്സ് തന്നെയാണ്. അപ്പോൾ ഈ ഷുഗേഴ്സ് അല്ലെങ്കിൽ കാർബ്സ് ആണ് ഈ പറഞ്ഞ സാധനം. നമ്മൾ അതിനകത്തോട്ട് എന്ത് ചെയ്യുന്നു? ഈസ്റ്റിനെ ചെറുതായിട്ട് ഇങ്ങനെ, നമുക്ക് പാക്കറ്റഡ് ഈസ്റ്റ് കിട്ടും. അപ്പോൾ നമ്മളത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആണെങ്കിൽ അങ്ങനെ തന്നെ ഇടും. അതല്ല കുറച്ച് വലിയ ഈസ്റ്റാണ് ഇരിക്കുന്നുണ്ടെങ്കിൽ നമ്മളതിനെ കുറച്ച് നേരം ഒന്ന് ഡൈല്യൂട്ട് ചെയ്യിപ്പിച്ച് വെച്ചിട്ട് കുറച്ച് നേരം വെള്ളത്തിനകത്ത് വെച്ച് കുതിർത്ത് വെച്ചിട്ട് എന്തെങ്കിലും മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഷുഗറും കൂടി മിക്സ് ചെയ്തിട്ടായിരിക്കും ഈ പറയുന്ന ഈസ്റ്റിനെ വെള്ളത്തിലിട്ട് വയ്ക്കുക. നമ്മളത് അപ്പത്തിൻ്റെ ബാറ്ററിനകത്തേക്ക് ഒഴിക്കുന്നു, നല്ലോണം മിക്സ് ചെയ്യുന്നു, അടച്ചു വയ്ക്കുന്നു. പിറ്റേന്ന് രാവിലെ നമ്മളെടുത്ത് തുറന്ന് നോക്കുമ്പോഴോ ഇത് കുറച്ചിങ്ങനെ എയറേറ്റഡ് ആയിട്ടിരിക്കും, ഇതിങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ടായിരിക്കും. ആ എയറേഷൻ്റെ റീസൺ അവിടെ എന്താണ്? പ്രൊഡക്ഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഓക്കെ, ഇനി എഥനോൾ നമ്മളിത് തുറക്കുന്ന സമയത്ത് ഒരു പുളിച്ച മണം നമുക്ക് വരും. ആ പുളിച്ച മണത്തിൻ്റെ റീസൺ എന്ന് പറയുന്നത് അവിടെ ഉണ്ടായിരിക്കുന്ന എഥനോളിൻ്റെ പ്രൊഡക്ഷനാണ്. ഓക്കെ,
അപ്പോൾ പ്രൊഡക്ഷൻ ഓഫ് എത്തനോൾ ഒക്കേഴ്സ് ഇൻ വൺ ഓഫ് ദി ലൈഫ് പ്രോസസ് ഓഫ് ആരാണ്? ഈസ്റ്റ്. ഓപ്ഷൻ ബി ഈസ്റ്റ് ആണ് റൈറ്റ് ആൻസർ. ദെൻ ദി നെക്സ്റ്റ് ഈസ് ദി സയൻറ്റിഫിക് നെയിം ഓഫ് വൈറ്റ് ബട്ടൺ മഷ്റൂംസ്. ഓക്കെ, വൈറ്റ് ബട്ടൺ മഷ്റൂംസിൻ്റെ സയൻറ്റിഫിക് നെയിം ഏതാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇത്തിരി മുമ്പേ നമ്മൾ പറഞ്ഞതേ ഉള്ളൂ. ബട്ടൺ മഷ്റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബട്ടൺ മഷ്റൂം അഗാരിക്കസ് ബൈസ്പോറസ് ആണ്. ഇതിനെ തന്നെയാണ് എന്ത് വിളിക്കുന്നത്? വൈറ്റ് ബട്ടൺ മഷ്റൂംസ് എന്ന് വിളിക്കുന്നതും ബട്ടൺ മഷ്റൂംസ് എന്ന് വിളിക്കുന്നതും ഈ പറഞ്ഞ അഗാരിക്കസ് ബൈസ്പോറസിനെ തന്നെയാണ്. ഓർമ്മയുണ്ടോ കുറച്ച് മുമ്പേ പറഞ്ഞത്? ബട്ടൺ മഷ്റൂം അല്ലെന്നുണ്ടെങ്കിൽ ബൈസ്പോറസ്, രണ്ടും ബി എന്ന് വെച്ച് ഓർത്തിരുന്നാൽ മതി എന്ന് പറഞ്ഞ ഓർമ്മയുണ്ടോ? ബിന്ന്. യാ, ദാറ്റ് ഈസ് ദി ആൻസർ. Then next is the stored food material in yeast in the form of. ഈസ്റ്റിനകത്ത് കാണുന്ന സ്റ്റോർഡ് റിസർവ് ഫുഡ് മെറ്റീരിയൽ അല്ലെങ്കിൽ സ്റ്റോർഡ് ഫുഡ് ഏത് ഫോമിലാണെന്നുള്ളതാണ് ഗ്ലൈക്കോജൻ ആൻഡ് ഫാറ്റ്, സ്റ്റാർച്ച് ആൻഡ് സെല്ലുലോസ്, ദെൻ ഗ്ലൈക്കോജൻ ആൻഡ് പ്രോട്ടീൻ ആൻഡ് നൺ ഓഫ് ദി എബോ. ഏതാണെന്നുള്ളതാണ്? ഗ്ലൈക്കോജൻ ആൻഡ് ഫാറ്റ് ആണ് ആക്ച്വലി എന്താണ് റൈറ്റ് ആൻസർ. ഈസ്റ്റിനകത്ത് കാണുന്ന റിസർവ് ഫുഡ് മെറ്റീരിയലിൽ സ്റ്റോർഡ് ഫുഡ് എന്ന് പറയുന്നത് ഈസ് ഗ്ലൈക്കോജൻ ആൻഡ് ഫാറ്റ് ആണ്. The next is which one of the following is a colonial algae? താഴെ കൊടുത്തിരിക്കുന്നതിനകത്ത് ഏതാണ് കോളനിയായിട്ട് കാണുന്ന ആൽഗെ ഏതാണെന്നുള്ളതാണ്. യൂളോത്രിക്സ് ആണോ? അല്ല. സ്പൈറോഗൈറയാണോ? അല്ല. ഇത് രണ്ടും എന്താണ്? ഫിലമെന്റസ് ആൽഗയാണ്. വോൾവോക്സ്, എക്സാക്ട്ലി. വോൾവോക്സ് ആണ് എന്ത് കോളനിയായിട്ട് കാണുന്ന ആൽഗെ. ഇതിന് പിന്നെയുള്ളത് ക്ലോറലാണ്. ക്ലോറലാണോ? അല്ല, അത് കൊക്കോയിഡാണ്. ദെൻ മാനിറ്റോൾ ഈസ് എ റിസർവ് ഫുഡ് മെറ്റീരിയൽ ഫൗണ്ട് ഇൻ ഗ്രാസിലേറിയ, പോർഫൈറ, കാര, ഫ്യൂക്കസ്. ഓക്കെ, നോക്കൂ. മാനിറ്റോൾ എന്ന് പറയുന്നത് ഒരു റിസർവ് ഫുഡ് മെറ്റീരിയൽ ആണ്. ഫൗണ്ട് ഇൻ എവിടെയാണ് കാണുന്നത്? മാനിറ്റോൾ എന്ന് പറയുന്ന സാധനം ഒരു റിസർവ് ഫുഡ് മെറ്റീരിയൽ ആണ്. ഇത് ഫൗണ്ട് ചെയ്യുന്ന ക്ലാസ് ഓഫ് ആൽഗെ ഏതാണ്? ആലോചിച്ചോ. മാനിറ്റോളും ലാമിനാരിനും പ്രസൻ്റ് ആയിരിക്കുന്നത് അണ്ടർ ദി ക്ലാസ് ഫിയോഫൈസിയ ആണ്. ഓക്കെ, ഫിയോഫൈസിയക്കകത്താണ് എന്ത് കാണുന്നത്? മാനിറ്റോളും അതുപോലെ തന്നെ ലാമിനാരിനും റിസർവ് ഫുഡ് മെറ്റീരിയൽ ആയിട്ടിരിക്കുന്നത്. ഓക്കെ, മാനിറ്റോളും ലാമിനാരിനും. ഇനി നോക്കിയാൽ നമുക്ക് തന്നിട്ടുള്ള കുറച്ച് ആൽഗേസിൻ്റെ പേരുണ്ട് ഇവിടെ. അതിനകത്ത് ഏതാണ് ഫിയോഫൈസിയൻ മെമ്പർ നമുക്ക് നോക്കാം. ഗ്രാസിലേറിയ എന്ത് ആൽഗയാണ്? റെഡ് ആൽഗയാണ്. പോർഫൈറ അതും എന്ത് തന്നെയാണ്? റെഡ് ആൽഗയാണ്. കാര എന്ത് ആൽഗയാണ്? ക്ലോറോഫൈസിയൻ മെമ്പർ അല്ലെങ്കിൽ ഗ്രീൻ ആൽഗയാണ്. ഫ്യൂക്കസ് എന്താണ്? ഫിയോഫൈസിയൻ മെമ്പറാണ്. അവിടെയാണ് എന്ത് മാനിറ്റോളും ലാമിനാരിയും കാണുന്നത്. നോക്കൂ, അപ്പോൾ ഇവിടെ എന്താണ് എക്സാമ്പിൾ വരുന്നത്? ഫ്യൂക്കസിനകത്താണ്. നോക്കിയാൽ നമ്മൾ കുറച്ച് മുമ്പ് നമ്മൾ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് പറയുമ്പോൾ അവിടെ ബിലോങ്സ് ടു ദി ക്ലാസ്, ഏത് ക്ലാസ് ആണെന്ന് നോക്കിയിട്ടാണ് നമ്മൾ എന്ത് പറഞ്ഞിരുന്നത്? ആൽഗെ ചോദിച്ചിരിക്കുന്നത്. ഇനി അതല്ലാതെ ചില സമയത്ത് നമുക്ക് പ്രോപ്പറായിട്ട് എക്സാമ്പിൾ തന്ന് തന്നെ ഓപ്ഷൻസ് ചോദിക്കാം. അപ്പം നമുക്ക് എക്സാമ്പിൾ തന്നിരിക്കുന്ന ആൽഗേസ് ബിലോങ് ചെയ്യുന്ന ക്ലാസ് ഏതാണെന്ന് അറിഞ്ഞെങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ആൻസർ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എക്സാമ്പിളും ഈക്വലി ഇമ്പോർട്ടൻറ്റ് തന്നെയാണ് കേട്ടോ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് റിച്ച് ഇൻ പ്രോട്ടീൻ? പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള താഴെ തന്നിരിക്കുന്നതിനകത്ത് ഏതാണ് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളതെന്നാണ്. അതായത് SCP ഏതാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. യൂളോത്രിക്സ്, സ്പൈറോഗൈറ, നോസ്റ്റോക്ക് ആൻഡ് ക്ലോറല്ല. നോക്കൂ, ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. ക്ലോറല്ലയും സെൻറ്റസ്മസും സിൻകോക്കസും ആണ് മേജർലി സിംഗിൾ സെൽ പ്രോട്ടീൻ എന്ന് പറയാൻ വേണ്ടി പറ്റുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി ഷേപ്പ് ഓഫ് ദി ക്ലോറോപ്ലാസ്റ്റ് ഇൻ ക്ലാമിഡോമോണാസ്? ക്ലാമിഡോമോണാസിനകത്ത് കാണുന്ന ക്ലോറോപ്ലാസ്റ്റിൻ്റെ ഷേപ്പ് ഏതാണെന്നുള്ളതാണ് ചോദ്യം. എ കപ്പ് ഷേപ്ഡ്, ബി സ്പൈറൽ, സി സ്റ്റെല്ലേറ്റ് ആൻഡ് ഡി കോളർ ഷേപ്ഡ്. കപ്പ് ഷേപ്ഡ് ആയിട്ടുള്ള ക്ലോറോപ്ലാസ്റ്റ് ആണ് എവിടെ കാണുന്നത്? ഫൗണ്ട് ഇൻ ക്ലാമിഡോമോണാസ്. ക്ലാമിഡോമോണാസിനകത്ത് കാണാൻ വേണ്ടി പറ്റുന്നത്. ഓക്കെ, ദെൻ ദി നെക്സ്റ്റ് ഈസ് വിച്ച് ഓഫ് ദി ഫോളോയിങ് ആൽഗെ ഈസ് എ സോഴ്സ് ഓഫ് അഗർ? അഗറിൻ്റെ സോഴ്സായിട്ട് യൂസ് ചെയ്യുന്നത് ഏതാണ്? എക്ടോകാർപ്പസ്, വോൾവോക്സ്, അൾവ, ജെലീഡിയം. ഏതാടോ? ജെലീഡിയം ആണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? സോഴ്സ് ഓഫ് അഗറായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ജെലീഡിയത്തിന് പുറമെ പിന്നെ നമ്മൾ ഏതൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? ഗ്രാസിലേറിയയും അതുപോലെ തന്നെ ജിഗാർട്ടിനെയും. ഗ്രാസിലേറിയ, ജിഗാർട്ടിന.
ഓർമ്മയുണ്ടോ? 3G എന്ന് പറഞ്ഞത് 3G ആണ് അഗർ ക്രിയേറ്റ് ചെയ്യുന്നത്. ഗ്രാസിലേറിയ, ജിഗാർഡിന, അതുപോലെ തന്നെ ഇതാണ് ജലേഡിയ. അപ്പോൾ നമ്മളിന്ന് മേജറായിട്ട് നോക്കിയത് ആൽഗയുടെയും ഫഞ്ചയുടെയും കുറച്ച് MCQs ആണ്. ഇതെല്ലാം തന്നെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. നിങ്ങൾ ക്വസ്റ്റ്യൻസ് വൈസ് നോക്കുമ്പോൾ, അതായത് ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നോക്കുന്ന സമയത്ത് യു ഹാവ് ടു ഫോളോ വൺ തിങ് വിച്ച് ഈസ്, അതായത് ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാം. 1 സെക്കൻഡ്. ഇതിപ്പോൾ നമ്മൾ നോക്കിയേ, നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ദി സയൻറ്റിഫിക് നെയിം ഓഫ് വൈറ്റ് ബട്ടൺ മഷ്റൂം. വൈറ്റ് ബട്ടൺ മഷ്റൂമിൻ്റെ സയൻറ്റിഫിക് നെയിം ഏതാണെന്നുള്ളതാണ് നമ്മളോട് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. വൈറ്റ് ബട്ടൺ മഷ്റൂം എന്ന് പറയുമ്പോൾ ഓൾറെഡി നമുക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ അഗാരിക്കസ് ബൈസ്പോറസ് ആണ്. നിങ്ങളിപ്പോൾ ഇങ്ങനെ നോക്കുന്നത്, ഇപ്പോൾ ഞാനായിട്ട് ഡിസ്ക്രൈബ് ചെയ്ത് തരുന്ന അല്ലാണ്ട് നിങ്ങൾ വേറെയും ക്വസ്റ്റ്യൻസ് ഒക്കെ റെഫർ ചെയ്ത് നോക്കുമല്ലോ. അങ്ങനെ നോക്കുന്ന സമയത്ത് നിങ്ങൾ പഠിക്കേണ്ട മോഡാണ് ഞാൻ പറയുന്നത്. അതായത് ഇപ്പോൾ വൈറ്റ് ബട്ടൺ മഷ്റൂമിൻ്റെ അകത്ത് വരുന്നത് അഗാരിക്കസ് ബൈസ്പോറസ് ആണ് ഇതിൻ്റെ സയൻറ്റിഫിക് നെയിം എന്ന് ഓൾറെഡി നിങ്ങൾക്കറിയാം. നോക്കുന്ന സമയത്ത് അഗാരിക്കസ് ബൈസ്പോറസിൻ്റെ കുറച്ച് ഫീച്ചേഴ്സും കൂടി നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി പോവുക. ഇത് ബിലോങ് ചെയ്യുന്നത് ഏത് ഫഞ്ചയ്ക്കകത്താണ്? ആസ്കോമൈസീഡ്സ് ആണോ, ബെസിഡിയോമൈസീഡ്സ് ആണോ, അതോ ഇനി അപ്പോൾ എനിവേ ക്ലാസ് നോക്കുക. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ എങ്ങനെയാണ്? സെക്ഷൽ ആണോ, സെക്ഷൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ ആണോ, എങ്ങനെയാണ് ഇത് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഇതിൻ്റെ താലസ് അല്ലെങ്കിൽ ബോഡി എങ്ങനെയാണ്, ഇതിൻ്റെ ഇക്കണോമിക് ഇമ്പോർട്ടൻസ് ഉണ്ടെങ്കിൽ അതെങ്ങനെയാണ് എന്നും കൂടിയിട്ട് നോക്കാം. ഇപ്പോൾ ഇതെന്നല്ല, ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ ഇനിയിപ്പോൾ ആൻസർ മാത്രമല്ല, നമുക്ക് വേറെയും കുറച്ച് ഓപ്ഷൻസും കൂടിയിട്ടുണ്ട്. ഓക്കെ, നോക്കൂ. വോൾവേരിയല്ല എന്ന് പറയുന്ന സാധനം, ഇതിനൊരു കോമൺ നെയിം ഉണ്ടോ? വൈറ്റ് ബട്ടൺ മഷ്റൂം പറഞ്ഞതുപോലെ വോൾവേരിയയിലേക്ക് ഒരു കോമൺ നെയിം ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് എന്താണ്? അത് കണ്ടുപിടിക്കണം. അസ്പെർജില്ലസിന് ഇനി ഒരു കോമൺ നെയിം ഉണ്ടോ? അതെന്താണ്? അതുപോലെ തന്നെ പ്ലൂറോട്ടസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഓയിസ്റ്റർ മഷ്റൂമാണ്. ഓയിസ്റ്റർ മഷ്റൂം എന്ന് തന്നെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് വേറെ എന്തെങ്കിലും ഇക്കണോമിക് ഇമ്പോർട്ടൻസ് ആയിട്ട് എന്തെങ്കിലും ഭാഗം പറയാനുണ്ടോ എന്നും കൂടിയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ അറ്റ് എ ടൈം, അതായത് ഒറ്റ ക്വസ്റ്റ്യൻ നിങ്ങൾ റെഫർ ചെയ്യുന്നുള്ളൂ. ഒരു ദിവസം ചിലപ്പോൾ നിങ്ങളിങ്ങനെ ഒറ്റ ക്വസ്റ്റ്യനെ റെഫർ ചെയ്യുന്നുള്ളൂ എന്നിരിക്കട്ടെ, ആ ഒറ്റ ക്വസ്റ്റ്യൻ്റെ അകത്ത് നിന്ന് നിങ്ങൾ 4 or 5 പോർഷൻ നിങ്ങൾ ജസ്റ്റ് മറിച്ചിട്ടെങ്കിലും നിങ്ങൾ നോക്കും. അതല്ല ഈ ഒരൊറ്റ ക്വസ്റ്റ്യൻ മാത്രമാണ് നോക്കുന്നുണ്ടെങ്കിൽ ബട്ടൺ മഷ്റൂം, വൈറ്റ് ബട്ടൺ മഷ്റൂമിൻ്റെ ആൻസർ അഗാരിക്കസ് ബൈസ്പോറസ് ആണ്. ഓക്കെ, ഫിനിഷ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം എന്ന് കരുതി കഴിഞ്ഞാൽ ഇത് നിങ്ങൾ മറന്നും പോകും. സെയിം ടൈം എന്താണ്? അടുത്ത ക്വസ്റ്റ്യൻ മാത്രമേ നിങ്ങൾ നോക്കുന്നുള്ളൂ. ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ബാക്കി ഏരിയാസ് ഒന്നും നിങ്ങൾ നോക്കുന്നില്ല. ഇത് പഠിക്കാൻ നിന്നാൽ എനിക്ക് കുറേ കൂടെ ക്വസ്റ്റ്യൻസ് റെഫർ ചെയ്യേണ്ട സമയം ഞാൻ വെറുതെ പിന്നെയും നോട്ട്ബുക്ക് നോക്കിയിരിക്കുകയാണല്ലോ, അങ്ങനെയൊന്നും വിചാരിക്കരുത്. പകരം എന്ത് ചെയ്യണം? ഒരു ക്വസ്റ്റിനെ നിങ്ങൾ റെഫർ ചെയ്യുന്നുള്ളൂ എന്നിരിക്കട്ടെ, അല്ല ഒരു ദിവസം നിങ്ങൾ 10 റെഫർ ചെയ്യുന്നുള്ളൂ, 10 റെഫർ ചെയ്താൽ മതി. അല്ല നിങ്ങൾ ഒരു ദിവസം 5 റെഫർ ചെയ്താൽ മതി. ഈ 5 റെഫർ ചെയ്യുമ്പോൾ ഈ 5 ക്വസ്റ്റ്യൻസിൻ്റെയും ഓപ്ഷൻസ് എന്തൊക്കെയാണ്, ആ ഓപ്ഷൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്ന ടേംസ് എന്തൊക്കെയാണ്, അതുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് പഠിക്കാനുള്ളത് എന്തൊക്കെയാണ് എന്നുകൂടി. അതിപ്പോൾ ഓൾറെഡി ഞാൻ എടുത്ത ക്ലാസ്സാണ്, അല്ലെങ്കിൽ മറ്റ് ടീച്ചേഴ്സ് എടുത്ത ക്ലാസ്സുകളാണെന്നുണ്ടെങ്കിൽ അതൊന്ന് പോയിട്ട് ജസ്റ്റ് അതിൻ്റെ നോട്ട്സൊക്കെ ഒന്ന് വായിച്ച് നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോ ക്ലാസ്സുകളാണ് മെയിൻലി നമുക്ക് നടക്കുന്നത്. അപ്പോൾ ഈ ക്ലാസ്സുകൾ നടക്കുന്ന സമയത്ത്, നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക? ലെക്ചർ നോട്ട്സും കൂടിയിട്ട് എഴുതി പോവുക. ഓക്കെ, അത്രേ ഉള്ളൂ ഇന്ന് പഠിക്കാനായിട്ടുണ്ടായിരുന്ന കാര്യം. ഞാനിത് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതാണെന്ന് തോന്നുന്നു. ബട്ട് എനിവേ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കുമ്പോൾ അതിൻ്റെ 4 ഓപ്ഷൻസും എന്തൊക്കെയാണ് നമുക്ക് തന്നിരിക്കുന്നുള്ളത്, അത് 4ഉം പഠിക്കാനുള്ളതായിരുന്നു. അങ്ങനെ വേണം വെച്ച് നമുക്ക് നോക്കാനായിട്ട്. അങ്ങനെ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്തെങ്കിലേ നമുക്ക് പ്രയോജനമുള്ളൂ. ഓക്കെ, താങ്ക് യു.